എന്നാണ് തിരുവചനം വായിക്കുന്നത്. ഇന്ന് രാത്രിവേള വചനത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ ഓരോരുത്തരും വെളിപ്പെടേണ്ടതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് രാത്രിവേള അവിടുത്തെ വചനം എന്നിൽ ക്രിയ ചെയ്യേണ്ടതുപോലെ ക്രിയ ചെയ്യുവാൻ, അത് ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ അത് ക്രിയ ചെയ്യുവാൻ, വചനത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകേണ്ടതിന് എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു നിമിഷം? ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ തോമസ് ഫിലിപ്പ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സായം സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രി കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇന്ന് രാത്രി ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കൺവെൻഷൻ നടത്തുന്നത് ഒരു ചടങ്ങായി തീരാതെ കർത്താവെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനം അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുവാൻ, ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചു മടങ്ങിപ്പോകുവാൻ, തങ്ങളെ തന്നെ പരിശോധിച്ചൊരു പുനർചിന്തനം ചെയ്ത് മടങ്ങിപ്പോകുവാൻ കർത്താവ് അവിടുന്ന് രാത്രി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് വചനവുമായി അയച്ച അങ്ങയുടെ വൃത്തിനെ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവശ്യമായ മന്ന അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾക്ക് തന്ന് കർത്താവ് ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണമേ. കർത്താവെ, അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വർധനയായി തീരുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ജീവിതത്തിൽ ഒന്നുകൂടെ ഞങ്ങളുടെ കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ, ഞങ്ങളുടെ ക്രിസ്തു ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ കൊണ്ടും ഇന്ന് രാത്രി കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയുടെ ആലോചനയല്ല കർത്താവെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആലോചനയാൽ നിറയപ്പെട്ടുകൊണ്ട് അത് പകർന്ന് ദൈവജനത്തിനൊരു വിടുതലായി, ഒരാത്മീയ സന്തോഷമായി കർത്താവ് മാറ്റിയെടുക്കുമാറാകണമെന്ന് ഞങ്ങൾ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന. കർത്താവെ, കടന്നു വന്ന ജനത്തോട് ഹൃദ്യമായി സംസാരിക്കണമേ. വേദനയോടെ കടന്നു വന്നവർ ഹല്ലേലൂയ സന്തോഷത്തോടെ മടങ്ങി പോകുവാൻ, ഭാരത്തോടെ വന്നവർ കർത്താവെ ഭാരം വിട്ട് കടന്നു പോകുവാൻ, ഹല്ലേലൂയ അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ നിലകളിൽ അങ്ങയോട് പ്രാർത്ഥിച്ച് കടന്നു വന്ന വിഷയങ്ങളുടെ മേൽ മറുപടി പ്രാപിച്ച് സമാധാനം പ്രാപിച്ച് മടങ്ങി പോകുന്നൊരു രാത്രിയായി കർത്താവ് മാറ്റി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മീറ്റിംഗിൽ ഇടിയുവാൻ ഞങ്ങളുടെ വൃത്തിനെ അഭിഷേകത്തോടെ ഞങ്ങളുടെ ദൈവദാസനെയും കർത്താവ് ബലത്തോടെ നിർത്തുമാറാകണമേ. അനുഗ്രഹീതമായ പാട്ടുകൾ പാടുവാൻ കർത്താവ് കയറിനെ ബലപ്പെടുത്തണമേ. പാടി ആത്മാവിൽ ആരാധിച്ച് ദൈവിക സന്തോഷം അനുഭവിപ്പാൻ സഹായിക്കണമേ. കടന്നു വരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തക്ക സമയത്ത് കർത്താവ് കൂട്ടിക്കൊണ്ടുവരുമാറാകണമേ. ആർക്കും ഒരു തടസ്സമുണ്ടാകാതെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം കൂട്ടിവരുത്തുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് സന്തോഷമായി തീരുവാൻ ഇന്ന് രാത്രി കർത്താവ് ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരാൻ പോകുന്നതിനായി സ്തോത്രം. അത് ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് ഗായക സംഘം പാട്ട് പാടും. നമുക്കൊരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം കൺവെൻഷൻ്റെ രണ്ടാം ദിനം നമുക്കൊന്നിച്ച് കടന്നു വരുവാൻ വലിയവനായ ദൈവം അവസരങ്ങളെ തന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ആദ്യമായി പാടുന്ന പാട്ട് മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ആ ദൈവസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല. പ്രാർത്ഥനയിൽ മുമ്പിൽ മാറാത്തതായി യാതൊന്നും ഈ ഭൂമിയിലില്ല. നമുക്കെതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ അർത്ഥമായിരിക്കുന്നത്. നമുക്കൊന്നിച്ച് അറിയാവുന്നതുപോലെ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം എല്ലാവരും സഹായിക്കട്ടെ.
മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൽ മധ്യ തകരാത്തതാ യാതൊരു മതിലും മുൻപിലില്ല. പ്രാർത്ഥനയിൽ മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൽ മധ്യ തകരാത്തതാ യാതൊരു മതിലും മുൻപിലില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളിൽ നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടുന്ന പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടുന്ന പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 हालेलुया। प्रकाशित का पुस्तक 4 का 11 में इस प्रकार से लिखता है, ये हमारे प्रभु और परमेश्वर, तू ही महिमा और आदर का सामर्थ्य का योग्य है, क्योंकि तू ही सब वस्तु सृजी और तेरी इच्छा से थी और सृजी गई है। यह परमेश्वर की स्तुति करता है, यह स्वीकार करता है कि सारी सृष्टि और उसकी इच्छा से हुई है, और वो सभी महिमा और आदर के योग्य वो यीशु ही है। हालेलुया। हम इस प्रकार से गीत गाने वाले हैं। वो ये कहता है कि तेरी स्तुति और प्रशंसा हो और तेरी हर पल महिमा हो। वो परमेश्वर यीशु वो कितना सुंदर है और वो अवर्णित है। हालेलुया। और वो हमारा पहला प्यार है।
हमने नहीं परमेश्वर को चुना, लेकिन परमेश्वर ने हमें चुना है। हम जब दलदल के कींच में थे, जब हम पाप में थे, परमेश्वर वहां पे आके हमें चुना। हालेलुया। जब हम निराश में रहते हैं, परमेश्वर हमारे आशा की किरण होती है। आइए इस गीत को, लेट्स सिंग दिस सॉन्ग टुगेदर। वी आर डिस्प्लेइंग दिस सॉन्ग। आई वांट यू ऑल टू together clap our hands and sing this song along with us. Hallelujah. Praise the Lord. Hallelujah. Hallelujah. प्रशंसा हो, तेरी हर पल महिमा हो, तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो, तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। निराशाओं में मेरी आशा बना दो, मेरी खामोशियों को समझा तूने प्रभु। मेरी निराशाओं में मेरी आशा बना दो, मेरी खामोशियों को समझा तूने प्रभु। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो, तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। गहराइयों में बसता तू ही प्रभु, तेरी इच्छाओं को मैं पूरा करता चलूं। दिल की गहराइयों में बसता तू ही प्रभु, तेरी इच्छाओं को मैं पूरा करता चलूं। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो, तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो।
आराधना जो ऊपर जाती है और वो आशीष लेकर नीचे आती है। स्तुति आराधना ऊपर जाती है, आशीष लेकर नीचे आती है। स्तुति आराधना ऊपर जाती है, आशीष लेकर नीचे आती है। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया हालेलुया हालेलुया। प्रार्थना बिंदी ऊपर जाती है, उत्तर लेकर नीचे आती है। प्रार्थना बिंदी ऊपर जाती है, उत्तर लेकर नीचे आती है। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया हालेलुया हालेलुया। स्तुति आराधना ऊपर जाती है, आशीष लेकर नीचे आती है। स्तुति आराधना ऊपर जाती है, आशीष लेकर नीचे आती है। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया 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 बोलो हालेलुया 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 हालेलुया। Hallelujah. Can you lift your hands up and shout hallelujah? Hallelujah. Thank you, Jesus. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുന്നല്ലോ. ഇന്ന് രാത്രിവേള നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി വിടുതലായി ഭവിക്കേണ്ടതിനായി സ്തോത്രം. നാം മടങ്ങിപ്പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ വിടുതലോടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് രാത്രിവേള കർത്താവിൻ്റെ ഭൃത്യനെ അതിശക്തമായി നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിനായി കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഉപരിയായി വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവിൻ്റെ ദാസനെ ഇറക്കി അത് നമ്മോട് സംസാരിപ്പാൻ വിലയേറിയ മുത്തുകൾ ഹല്ലേലൂയ ഇന്ന് രാത്രിവേള വചനത്തിൽ നിന്ന് നമുക്ക് ശ്രമിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബ്രദർ PG ജോൺസൺ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, മനസ്സിലുള്ള നല്ല കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും പ്രാർത്ഥിച്ചതനുസരിച്ച് ഞങ്ങളുടെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രി ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യ ഉണ്ടെന്നളി ചെയ്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ പാടി ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, ഇന്ന് രാത്രി കടന്നു വന്ന വ്യക്തി ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായി കുടുംബങ്ങളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനത്തിൻ്റെ മർമ്മം ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ അങ്ങയുടെ ദാസനെ അഭിഷേകത്തോടെ നിർത്തുമാറാകണമേ. ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുപടങ്ങളെ ഗുപ്തനിധികളെയും തൻ്റെ ദാസനായ യാക്കോബിന് വെളിപ്പെടുത്തിയവനായ ദൈവം ഇന്ന് രാത്രി വചനത്തിൻ്റെ വാതിലുകളെ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ കർത്താവേ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ദൈവശബ്ദത്തിന് മുമ്പിൽ യേശയ്യാവ് സമർപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ചില സമർപ്പണത്തിൻ്റെ രാത്രിയാക്കി തീർക്കണമേ. ചിലരുടെ മാനസാന്തരത്തിന് കാരണമാക്കണമേ, ചിലരുടെ മടങ്ങി വരവിന് കാരണമാക്കണമേ. നിങ്ങൾ കേട്ടനുസരിക്കുന്ന
മത്സരിക്കുന്നുവെങ്കിൽ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ വാളിനിരയായി തീരും. അയ്മേൽ സൈന്യങ്ങളുടെ യഹോവയല്ലോ അരുളി ചെയ്യുന്നെന്നുള്ള വചനം കർത്താവെ ഞങ്ങൾ കേട്ടനുസരിക്കുന്നവരായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ, ഞങ്ങളത് കേട്ടനുസരിക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ പ്രഥമ രാത്രി ഞങ്ങൾ കേട്ടതുപോലെ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞു വെച്ച പാർസി പ്രഭുവിൻ്റെ ശക്തിയെ ദൈവം മീഖായേലിനെ അയച്ച് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി വചന വെളിപ്പാടിന് വിരുദ്ധമായി വ്യാപരിക്കുന്ന ദേശാധിപതി പോരുകളെ, ഇരുളിൻ്റെ വ്യാപാരങ്ങളെ, അന്ധകാര കർത്തവ്യത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ജയമെടുക്കുന്നു. കർത്താവെ, അങ്ങ് എഴുതപ്പെട്ട വചനം അതിൻ്റെ പൂർണ്ണ നിറവോടെ അതിൻ്റെ തികവോടെ ഇന്ന് രാത്രി ഐശ്വര്യമായി ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസനെ പരിശുദ്ധാത്മാവ് കരങ്ങളിൽ എടുക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് ഞങ്ങൾ ആരാധിക്കുവാൻ കർത്താവെ ഞങ്ങൾ ദൈവകാര്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. നല്ല ഗാനങ്ങൾ പിന്നെയും പാടുവാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവെ ഇന്ന് രാത്രി ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിശ്ചലമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന ഒരു പാട്ട് കൂടെ പാടി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാമല്ലോ. സ്തോത്രം. ഇന്ന് രാത്രിവേള നമ്മളെല്ലാവരും ചേർന്ന് ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയൊരു വ്യാപാരം നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടതിനായി വലിയ ദൈവകൃപ നാം ഇന്ന് രാത്രിവേള അനുഭവിച്ചറിവാൻ ആത്മനിറവിൽ ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാമല്ലോ. വിശ്വാസത്താൽ എന്നും മുന്നേറി ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടുന്ന എന്നുള്ള പാട്ട് നമുക്കൊരുമിച്ച് ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല.
ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനി ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസം മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസം ചുവടും മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആകുല ചിന്തയ നിറയുകില്ല, ഭാരങ്ങളോർത്തിരി കരയുകില്ല. ആകുല ചിന്തയ നിറയുകില്ല, ഭാരങ്ങളോർത്തിരി കരയുകില്ല. തക്ക സമയത്ത് എനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്ത് എനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനി ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനി ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി
എല്ലാവർക്കും ഇരിക്കാമല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട രാത്രിവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കൺവെൻഷനുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രിവേളയിൽ നമുക്ക് കടന്നു വരുവാൻ, നമ്മുടെ ദൈവമായ കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവം ഒരിക്കൽ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കർത്താവിൻ്റെ ദാസന്മാർ, വിശേഷിയാൽ ഇന്ന് രാത്രിവേളയിൽ തിരുവചനം പ്രഘോഷിപ്പാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് അവர்கள் ഏവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ കൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവിടയായി. ഇന്ന് രാത്രിവേളയിലും വളരെ ശക്തമായി കർത്തൃഭുദ്യനെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനിൽ കൂടെ തിരുവചന ശ്രവിപ്പാനാണല്ലോ ഇന്ന് രാത്രിവേളയിൽ നാം കടന്നു വന്നിരിക്കുന്നത്. അത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് അവരെ ക്ഷണിക്കുന്നു. കരങ്ങളെ തട്ടി നമുക്ക് കർത്താവിൻ്റെ ദാസനെ സ്വീകരിക്കാം. Praise God. Praise the Lord. Good to be in the house of the Lord. Amen. സകലമാനവും മഹത്വവും പുകഴ്ചയ്ക്കും ത്രിയേകനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഈ സന്ധ്യാസമയത്ത് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷനിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് നമുക്കൊരുമിച്ച് കൂടി വരുന്നത് നമ്മുടെ ക്രിസ്തുവിൽ നമുക്ക് വളരുവാൻ കാരണമായി തീരട്ടെ. ക്രിസ്തു നമ്മളിൽ വളരട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ ഈ കൺവെൻഷനിൽ വേറെ ഒന്നും ഉദ്ദേശിക്കാൻ പാടില്ല. വി നീഡ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ കാരണമായി തീരണം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, കുടുംബം, മറ്റുള്ള എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, കൗൺസിൽ മെമ്പേഴ്സ്, എൽഡേഴ്സ്, വിസിറ്റേഴ്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. And I know most of the kids, if you are here, if you're listening me, I still remain on my promise. Okay? If you finish the note, I will go with your notes. And you are not talking. You are finishing your notes. And once you finish the notes, give that notes to me. I will just look into that. So, we'll decide after that who gets first. Okay? So, I will handle your gift to Wilson Uncle, who is your Sunday school director. And then Wilson Uncle will give you on the day of your anniversary. Is that fair? Good. Okay, and now also listen, not just for this one, but I want to see someone who shows me a complete note of from sermon number 1 till I don't know how many sermons I will be preaching. If you are there for the evening services and if you take notes, show me the complete notes. That will be one of the best award to you. Is that okay? Are you not excited? Yeah, I will remain on my promise. Don't worry. നമ്മൾ ഇന്നലെ ധ്യാനിച്ച ദൈവവചന ഭാഗം ഇന്നലെ തീർക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. So those who were there yesterday, you know the first part what we were talking about. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഗം നിങ്ങൾക്കറിയാം.
progression in Christ in the life of a believer. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തു വളരുന്ന ആ വളർച്ച, ക്രിസ്തുവിൽ നമ്മൾ വളർന്ന ആ വളർച്ച, കർത്താവ് നമ്മളിൽ ഉള്ളിൽ അധികം വളരുന്നു, അപ്പോൾ തന്നെ നമ്മൾ കർത്താവിൽ വളരുന്നു. ഈ മക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ the most important thing is not to show who we are. നാം ആരാണെന്ന് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ആരാണെന്ന് കർത്താവ് അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ്. ഈ ലോകത്തിൽ ഒത്തിരി പെർഫോമൻസ് ചെയ്യുവാനുള്ള നമ്മൾ ഈ ബദ്ധപ്പാടുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് കൂടുതൽ ക്രിസ്തുവിൽ വളരാൻ പറ്റും. ആമേൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെയൊക്കെ ജീവിതം മാറിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ലോകക്കാരെ പോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും മികച്ച പ്രസംഗം ആരുടെയാണ്? പ്രസംഗിക്കുമ്പോൾ ഏറ്റവും അധികം കയ്യടി ആരാ കൊണ്ടുവരുന്നേ? പിന്നെ നമ്മുടെ പാട്ടിനുള്ള കോമ്പറ്റീഷൻ. ഐ ആം താങ്ക്ഫുൾ ടു ദിസ് കൊയർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കൊയർ കേട്ടോ. വളരെ ദൈവകൃപയിൽ പാടുന്ന പാട്ടുകളാണ് ഞാനിവിടെ അനുഭവിച്ചു. ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ഹൂ യു ആർ ആൻഡ് ഹൗ യു ഡിഡ്. പക്ഷേ ഞാൻ പറഞ്ഞ സാധാരണ നിലയിൽ ആത്മീക കോളത്തിൽ ഒരു കൺവെൻഷനൊക്കെ ഞങ്ങളൊക്കെ കോൺഫറൻസ് നടത്താറുണ്ട് കേട്ടോ. ഞാൻ നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ 2 കോൺഫറൻസസ് ഞാൻ പ്രസിഡൻ്റായിട്ട് നടത്തിയിട്ടുണ്ട്. വാട്ട് ഐ ഹാവ് സീൻ ഈസ് ദാറ്റ് കോൺഫറൻസിൽ വിളിക്കുന്ന പ്രാസംഗികന്മാരൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു 7-8 പ്രാസംഗികന്മാരുണ്ട്. ഓരോ ഇത്രയും ആ കൺവെൻഷനകത്ത് ഏറ്റവും മികച്ച പ്രാസംഗികൻ ആരായിരുന്നു? ദൈവമക്കളെ, ഇതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പെടുത്തില്ല. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു ഇൻ ഗോഡ്സ് പ്രസൻസ്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇത്രയും ഓടുകയും അധ്വാനിക്കുകയും ചെയ്തിട്ട് നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകുവാണെങ്കിൽ ഇതെല്ലാം വെറുതെ ആയി പോകും. എന്നെ ദൈവം ഇവിടെ അയച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച സമയം മുതൽ എനിക്ക് ദൈവം നൽകി തന്ന ചില മെസ്സേജുകളുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും. കാരണം ഞാനിവിടെ വന്നത് പെർഫോമൻസിന് വേണ്ടിയല്ല. എന്നെ ദൈവം അയച്ചതാണെന്നും എനിക്ക് ദൈവത്തിന് ശബ്ദമായി നിൽക്കണം എന്നുള്ള നല്ല ബോധ്യത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആമേൻ. നിങ്ങൾക്കറിയാം, റൈറ്റ്? വേറെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചല്ല ഇവിടെ വരുന്നത്. അങ്ങനാണെങ്കിൽ കർത്താവ് എന്നോട് സംസാരിക്കണമേ, ഉള്ളം തുറന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു വന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും, കർത്താവേ നീ എന്ത് പറഞ്ഞാലും, വചന അടിസ്ഥാനം എന്ത് പറഞ്ഞാലും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. ഇനി മാറ്റേണ്ടി വന്നാൽ ഞാൻ മാറാൻ തയ്യാറാന്ന് പറയുന്ന കരങ്ങൾ ഉയർത്തി നിന്ന് അല്പനേരം ആ കണ്ണുകളെ അടച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ മർത്തോമ, യാക്കോബ എല്ലാം വിട്ടിട്ട് ഇവിടെ ഇറങ്ങി തിരിച്ചതിൻ്റെ ഒറ്റ കാരണം എന്താ ചോദിച്ചാൽ നിത്യതയിലാക്കി വെച്ചിട്ടാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ കമോൺ, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു വാക്കി പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ തുറന്നു പറയണമേ. എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന നിലയിൽ എൻ്റെ കുറവുകളെ പറയണമേ. ഞാൻ മാറേണ്ടിയെടുത്ത് മാറുവാൻ, വചനം എന്നെ മാറ്റുവാൻ ഇതാ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവുകൾ തുറന്നൊന്ന് ദൈവത്തെ സ്തോത്രം ചെയ്ത് എല്ലാ നാവുകളും തുറന്ന് ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? Come on everybody, would you just lift your hands? Would you lift your voice? Would you lift your voice and pray that Lord, transform me, transform me, transform me. I need to hear the word of God. Let the word of God come and change my life, change my life. Zubana hashianturu bokola labashandale rigana siya sana bigatura bashamda negasiya hadarajana vigana nabu shamda legasiya. ദൈവപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഇന്ന് രാത്രിയിൽ ഈ വചനം അങ്ങയുടെയാ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ കർത്താവ്. ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ഒരു ജഡവും ഇവിടെ പൊങ്ങാൻ പാടില്ല. ഒരു വ്യക്തിയുടെ മനസ്സല്ല ഇവിടെ വരേണ്ടത്. ഞങ്ങളുടെ പ്രാഗൽഭ്യങ്ങളൊക്കെ കർത്താവിലുള്ള പ്രാഗൽഭ്യം മാത്രമേ ഉള്ളല്ലോ. ആകയാൽ കർത്താവെ, ഞങ്ങളുടെ ഒരു ഇൻ്റലിജൻസും ഇവിടെ വേണ്ട. അങ്ങയുടെ നാമം ഇവിടെ ഉയരണമേ. ഹല്ലേലൂയ. അങ്ങയുടെ ആത്മാവ് ഇറങ്ങി വരണമേ. ആദ്യ നൂറ്റാണ്ടിൽ ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച് അവരെ കർത്താവിലേക്ക് നയിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച് കർത്താവിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകൾ മാനുഷിക പ്രകടനങ്ങളൊക്കെ മാറിയിട്ട്
മാറിയിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഇവിടെ ആത്മതപനം ഉണ്ടാകണം. ലോർഡ്, സോൾ സെർച്ചിങ് ഉണ്ടാകട്ടെ, സോൾ സെർച്ചിങ് ഉണ്ടാകട്ടെ. രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്ന വസ്ത്രങ്ങളെ കീറുന്നവരല്ല, ഞങ്ങൾ ഹൃദയങ്ങളെ കീറുന്നവരായി ഇന്ന് രാത്രി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും ഹൃദയത്തിൽ വേറെ ഒന്നും വരാതെ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ വരട്ടെ. കർത്താവിൻ്റെ ആത്മാവ് വരട്ടെ, കർത്താവ് ഉയരട്ടെ, കർത്താവിന് മഹിമ ലഭിക്കട്ടെ. Lord, we give you all glory, honor and praise. അങ്ങ് പ്രാർത്ഥനയും യാചനയും കേട്ടതായി സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഇത് പറയുമ്പോഴേ ഈ ഇന്നലത്തെ വചനം നിങ്ങൾ ധ്യാനത്തിലുണ്ടെങ്കിൽ തന്നെ ഒരു വാക്കിൽ പറയാം. ഞാൻ ജനിച്ചു വളർന്നത് മാർത്തോമ കുടുംബത്തിലാണ് കേട്ടോ. ഒരു മാർത്തോമ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 3 മാസം പ്രായമായപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ ഏതോ ഒരു സീരിയസ് കാര്യത്തിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ശ്വാസം നിന്നു. ഡോക്ടേഴ്സ് ഞാൻ മരിച്ചുപോയി, കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. മരിച്ച കുഞ്ഞിൻ്റെ ബോഡി എൻ്റെ മമ്മിയുടെ കയ്യിൽ കൊടുത്തു. ഞങ്ങളുടെ മമ്മി അന്ന്, പപ്പായും മമ്മിയും മർത്തമക്കാരാ. ഞങ്ങളുടെ മമ്മി ആ ഡെഡ് ബോഡി, ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി എടുത്ത് ഒരു പ്രാന്തി കോറിഡോറിൽ ഓടുന്നത് പോലെ കോറിഡോറിൽ ഇങ്ങനെ ഓടുക, കരഞ്ഞ് നിലവിളിക്കുക. അന്ന് അറിഞ്ഞ സത്യത്തിൽ മമ്മിയെ പറഞ്ഞത്, കർത്താവേ, ഈ കുഞ്ഞിനെ എനിക്ക് നീ തിരിച്ചു തന്നേ പറ്റൂ. നീ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നാൽ ഞാൻ ഇവനെ അച്ചപ്പട്ടത്തിന് വേണ്ടി വിട്ടോളാം. നേർന്നതാ. അങ്ങനെ 3 മാസം പ്രായമായപ്പോൾ എന്നെ നേർന്നത് എന്തോ ഈ പ്രാർത്ഥനയുടെ ഇടയിലാണോ ഈ ഓടീൻ്റെ ഇടയിലാണോ എന്തോ എന്നറിയത്തില്ല, ഞാൻ സ്നീസ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു. അപ്പോൾ സ്നീസ് ചെയ്ത് കണ്ടപ്പോൾ മമ്മി ഓടി ഡോക്ടർ വന്നു, ഇവൻ മരിച്ചിട്ടില്ല, ഇവൻ സ്നീസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഓടി ഡോക്ടറിനോട് ചെന്നപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് ഉണ്ട്. പറഞ്ഞു ഓക്കെ. പിന്നെയും തിരിച്ച് കൊണ്ടുപോയി എന്തൊക്കെയൊക്കെ ചെയ്തു. എന്തായാലും ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാൻ ജീവിച്ചു. മടങ്ങി വന്നു, എന്നെ വളർത്താൻ തുടങ്ങി. എനിക്ക് അറിവ് വെക്കാൻ തുടങ്ങിയ സമയം മുതൽ പറഞ്ഞു, മോനെ നീ അച്ഛനാകേണ്ടിയവനാ, നിന്നെ അച്ചപ്പട്ടത്തിന് വേണ്ടി വിടുന്ന. ഞാൻ ജീവിച്ച് വളർന്ന എല്ലാം നോർത്ത് ഇന്ത്യയില. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ നോർത്ത് ഇന്ത്യ. സോ ഞങ്ങളുടെ അടുത്തൊരു ആശ്രമമുണ്ട്, സീഹോർ ആശ്രമം. സോ സീഹോർ സ്റ്റാൻഡേർഡ് 6 മുതൽ സ്റ്റാൻഡേർഡ് 6, 5th, 6th, 7th, 8th ഈ വർഷങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്ന അവധി എന്നെ അമ്മയപ്പൻ കൊണ്ടുപോയി സീഹോർ ആശ്രമത്തിൽ അവിടെ കൊണ്ട് താമസിക്കും. 2 മാസം അവിടെ താമസിക്കുന്നത് പ്രിപ്പറേഷൻ. അപ്പോൾ സീഹോർ ആശ്രമത്തിൽ 2 മാസം ഈ വർഷങ്ങളൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1980 ആയപ്പോഴത്തേക്കിന് ഞങ്ങളുടെ പപ്പായും മമ്മിക്കും ഒരു ഭയങ്കര മാനസാന്തരം ഉണ്ടായി. എൻ്റെ ഫാദർ അവിടുത്തെ ജനതാ യൂണിയൻ്റെ ഒരു ലീഡറായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ലീഡറായിരുന്നു. ഹി വാസ് എ മിലിറ്ററി റിട്ടയർഡ് പേഴ്സൺ. ഭയങ്കര ടഫ് ഗൈ ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഒരു ഹെവി ഡ്രങ്കാർഡ്. കാര്യമൊക്കെ മർത്തമ ഭയങ്കര ഭക്തനാണെങ്കിലും ഹെവി ഡ്രങ്കാർഡ്, ചെയിൻ സ്മോക്കർ ആൻഡ് ഹെവി ഡ്രങ്കാർഡ്. അങ്ങനെ ഇരിക്കുന്ന, പക്ഷേ എൻ്റെ മമ്മി ഭയങ്കര പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീയായിരുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്ന സ്ത്രീ. മമ്മി എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കും പപ്പായ്ക്ക് വേണ്ടി. ഒരു സമയത്ത് ഫൈനലി ഇറ്റ് കെയിം ടു എ പ്ലേസ് വേർ മമ്മിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ മാറത്തില്ലെന്ന്. ഈവൻ ഷീ തോട്ട് ഓഫ് ടു കമ്മിറ്റ് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യണം എന്ന് ചിന്തിച്ച സമയങ്ങളിലാണ്. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന മുമ്പേ ഒരു രാത്രി മമ്മിയെ റൂം ലോക്ക് ചെയ്തിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ മരിക്കും, ഈ മനുഷ്യനെ കൂടി ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ഹെവി ഡ്രങ്കാർഡ്, ചെയിൻ സ്മോക്കർ, ഞങ്ങൾ 3 കുഞ്ഞുങ്ങളാ, മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, മരിക്കും എന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുക രാത്രിയാണ്. ആ രാത്രി തന്നെ വർഷങ്ങൾ പ്രാർത്ഥിച്ചതാ. ആ രാത്രി തന്നെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഫാദറിനോട് സംസാരിക്കുന്നു. ഫാദർ സ്വപ്നത്തിൽ ഒരു ഭയങ്കരമായ ദർശനം കാണുന്നു. തന്നെ ദൈവം വേട്ടയാടി പിടിക്കുന്നു എന്ന് തെളിഞ്ഞ ദർശനം കാണുക. ഈ ദർശനം കണ്ട പപ്പ പെട്ടെന്ന് ഉറങ്ങി എണീക്കുന്നു. ഈ മനുഷ്യൻ ബൈബിൾ വർഷങ്ങളായി തൊട്ടിട്ട് പെട്ടെന്ന് മമ്മിയോട് പറയുന്നു, ഇങ്ങോട്ട് വന്നേ, നീ ഒരു ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഹീ ഈസ് സെയിങ്, ഇത് ദൈവമായി തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിനകത്തുനിന്ന് സംസാരിക്കണം. എന്തായിക്കോട്ടെ, ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി ബൈബിൾ തുറന്നു. സാംസ് 50 അതിൻ്റെ താഴത്തെ വാക്യം 10, ദൈവത്തെ മറക്കുന്നുള്ളവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കീറിക്കളയും. ഇത് കേട്ടോടുകൂടി പുള്ളി വിറയ്ക്കാൻ തുടങ്ങി. ഹീ കമ്മിറ്റഡ് ഹിസ് ലൈഫ് ടു ജീസസ് ക്രൈസ്റ്റ്. അന്ന് ആ എല്ലാ മദ്യപാനവും വിട്ട് എല്ലാ ചെയിൻസ്, ഒറ്റ
ഒറ്റ രാത്രി കൊണ്ടാണ് നിന്നത്. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് കാര്യം പറയട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം മറുപടി നൽകി തരും. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് ദീർഘവർഷമാണ് പ്രാർത്ഥിച്ചത് കേട്ടോ. 1 വർഷം കൊണ്ട് മറുപടി കിട്ടിയില്ല, 2 വർഷം കൊണ്ട് മറുപടി, ദീർഘവർഷം പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. അപ്പോൾ ഇത് പറയുമ്പോൾ അത്രയും നാൾ ഇതൊക്കെ ഇതിനിടയ്ക്ക് ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ അവിടെ ചെറിയൊരു പെന്തിക്കോസ് സഭയുണ്ടായിരുന്നു, ചെറിയൊരു പെന്തിക്കോസ് സഭയാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമ്പോഴൊക്കെ ഈ പെന്തിക്കോസ് സഭേൻ്റെ ആൾക്കാർ വരുമ്പോൾ എൻ്റെ ഫാദർ ഭയങ്കര എതിർക്കുന്നത്, ഇവരെ കണ്ടുകൂടാ, അതുപോലത്തെ എതിർക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അന്ന് രാത്രിയിൽ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ഡേ ഇവർ എവിടെ പോകണം അറിയത്തില്ല. എന്തായാലും മാർത്തോമാ ചർച്ചിൽ തന്നെ പോയി. അവർ പറഞ്ഞു, വലിയ കാര്യത്തിൽ പറഞ്ഞു, നമുക്ക് ഇവിടെ കരങ്ങൊക്കെ. അപ്പോൾ പപ്പായ്ക്കൊരു വലിയൊരു ആവേശം. ഇത്രയും നാൾ പാട്ട് പോലും മൂളാത്ത ഈ പുള്ളിക്ക് നീ കരം കൈ അടിച്ച് കൊട്ടണം, പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ വന്നപ്പോൾ അവരോട് ചെന്ന് അവിടുത്തെ ലീഡേഴ്സിനോട് പറഞ്ഞു. അച്ഛൻ അന്നില്ല അവിടെ, ലീഡേഴ്സാണ് നടത്തുന്നത്. അച്ഛൻ മാസത്തിൽ 1 പ്രാവശ്യം കണ്ട് വരത്തുള്ളൂ. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്തോ പറ്റി തോമസേ, ഇത് ഭയങ്കര ഒരു മാറ്റമാണല്ലോ. അപ്പോൾ തോമസിന് മനസ്സിലായി കാര്യമൊന്നും നടക്കത്തില്ല. നെക്സ്റ്റ് വീക്ക് ഈ എല്ലാം ഷെയിമും കൊണ്ട് ഈ പെന്തിക്കോസ് സഭയിൽ ആദ്യം കയറി ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് തൻ്റെ അനുഭവം പറഞ്ഞു. ആ ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും ദിസ് വാസ് എ യുണീക്ക് എക്സ്പീരിയൻസ് ഫോർ ദം. എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും ഞാൻ ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുക ഒരച്ചപ്പെട്ടത്തിന് വേണ്ടി. അപ്പം പെട്ടെന്ന് ഇവരുടെ ഭാഷാശൈലി മാറി. മോനെ നീ പാസ്റ്റർ ആകണം. എനിക്കിത് കേൾക്കുന്ന ദേഷ്യമാണ്. പാസ്റ്ററോ? നോ വേ. ഞാൻ നല്ലൊരു വിശ്വാസി ആയിക്കോളും. നെവർ ബീൻ, അച്ഛനായില്ലെങ്കിലും ആയില്ല, കുഴപ്പമില്ല, നോട്ട് ബീൻ എ പാസ്റ്റർ. അങ്ങനെ ഏതായാലും കുറേ സമയമൊക്കെ പോയി. വാട്ട് ഐ ആം സേയിങ് ഇസ് ദാറ്റ് ഞാൻ കണ്ടിന്യൂസ് ആയി മാർത്തോമാ ചർച്ചിൽ തന്നെ പോയി. ഇറ്റ് വാസ് ഇൻ മൈ 9th grade. ഒരു 9th grade ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഒരു മാർത്തോമാ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഒരു ഉപദേശി നാട്ടിൽ നിന്ന് വരിക. ആൻഡ് ഹീ ഈസ് പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗാഡ്. അദ്ദേഹം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഇതുപോലെ പിള്ളേർ ഇരിക്കുന്ന പോലെ ഞാൻ അവിടെ ഇരിക്കുക. ഐ ഹുക്ഡ് അപ്പ് വിത്ത് ദ മെസ്സേജ്. ആ മെസ്സേജിനോട് ഹുക്കപ്പായി. ഞാൻ അറിയത്തില്ല, എനിക്കറിയാതെ തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കണ്ണുനീരുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കുന്നു, എൻ്റെ കൂട്ടുകാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അൺകൺട്രോളബിളായി നടക്കുന്ന ഒരു സമയത്താണ് ആ മനുഷ്യൻ അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇഫ് യു ഡൈ ടുഡേ വേർ വിൽ ബി യുവർ എറ്റേർണിറ്റി? ആൻഡ് ഐ ആം ജസ്റ്റ് ഇരിക്കുന്ന ആ സമൂഹത്തിൽ ആരും എഴുന്നേക്കത്തില്ല. പുള്ളി ഓൾട്ടർ കോളൊന്നും കൊടുത്തൊന്നുമല്ല. ഐ ജസ്റ്റ് സ്റ്റുഡ് അപ്പ് ആൻഡ് സെഡ് ഐ വാണ്ട് ടു റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ പേഴ്സണൽ സേവിയർ. അങ്ങനെ മാർത്തോമാ കൺവെൻഷനിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതാണ് ഞാൻ. അപ്പോൾ ആ ഉപദേശിനടുത്ത് വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പുള്ളി പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, മോനെ ദൈവവചനം വായിക്കണം, സ്നാനം സത്യമാണ്, നീ എവിടെയെങ്കിലും പോയി സ്നാനപ്പെടണം. ആ ഉപദേശിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അടുത്ത ദിവസം ഇത് ചെന്ന് വീട്ടിൽ പറഞ്ഞു, മമ്മിയോട് പറഞ്ഞു. മമ്മി പറഞ്ഞു, എടാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലേ, നീ സ്നാനപ്പെടണം, ഇതാന്ന് പറഞ്ഞു. എന്തായാലും സ്നാനമൊക്കെ കഴിഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു, സ്നാനം കഴിഞ്ഞു, നൗ ഐ എം എ പെന്റിക്കോസ്റ്റൽ ബിലീവർ ബട്ട് നോട്ട് എ പാസ്റ്റർ. എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നത്, ഐ വാസ് ഡൂയിങ് മൈ BSc സെക്കൻഡ് ഇയർ നടക്കുന്ന സമയത്ത് ഐ ഹാഡ് എ വിയർഡ് എക്സ്പീരിയൻസ്. ആ വിയർഡ് എക്സ്പീരിയൻസ് തിയോളജിക്കലി എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് എൻ്റെ എക്സ്പീരിയൻസാണ്. അത് എനിക്ക് ദൈവവചനമായിട്ട് എനിക്ക് അടിസ്ഥാനത്തിന് എനിക്ക് അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ പഠിച്ച് എൻ്റെ കോളേജിൽ നിന്ന് തിരിച്ചു വന്നു. അല്പം നേരം എനിക്ക് കിട്ടിയപ്പോൾ ആ മമ്മി എന്നോട് പിന്നെ സംസാരിച്ചു, മോനെ നീ പഠിക്കുന്നതൊക്കെ ശരിയാ, പക്ഷേ നീ പാസ്റ്റർ ആകേണ്ടതാണ്. മമ്മിയെ ഞാൻ ഒത്തിരി എതിർത്തു, ഭയങ്കരമായിട്ട് എതിർത്തു. ഞാൻ നോർമലി എൻ്റെ അമ്മ അങ്ങനെ എതിർക്കുന്ന ആളല്ല. ഐ ആം വെരി ഗുഡ് ചൈൽഡ് ഫോർ മൈ മോം ആൻഡ് ഡാഡ്. എൻ്റെ ഞങ്ങൾ 3 പേരിൽ ഞാൻ ആ ഒരു നല്ല കുട്ടി എന്ന നിലയല്ല എന്നെ വരുന്നത്. പക്ഷെ അന്ന് ഞാൻ മമ്മിയെ ഭയങ്കരമായിട്ട് എതിർത്തു. മമ്മിക്ക് ഒത്തിരി വേദന ഉണ്ടായി. മമ്മി ഡിന്നർ കഴിച്ചില്ല, ഞാനും ഡിന്നർ കഴിച്ചില്ല. ഞാൻ പോയി കിടന്നുറങ്ങി. മമ്മിയുടെ ആയുധം എടുത്തു, റൂം അടച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈൽ ഷീ ഈസ് പ്രേയിങ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ, ഞാൻ കിടക്കുന്ന കിടക്കയിൽ നിന്ന് എനിക്കറിയാം ഞാൻ എവിടെയോ പോകുക. ഐ സീ മൈ ബോഡി ദെയർ. പക്ഷേ ഞാൻ എവിടെയോ എടുക്കപ്പെടുന്നു, ഭയങ്കര ഫാസ്റ്റായിട്ട് എടുക്കപ്പെടുന്നു. അപ്പം എൻ്റെ ചിന്ത ഞാൻ മരിച്ചുപോയി, എനിക്ക് ബോഡി കാണാം, ഞാൻ എവിടെയോ എടുക്കപ്പെടുക. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സ്പീരിയൻസ് ആയത്. ഇത് എനിക്ക് തിയോളജിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. സംവെയർ ഐ ആം ത്രോൺ അപ്പ്. ഇങ്ങനെ ഞാൻ പോകുമ്പോൾ തന്നെ എനിക്കൊരു കാഴ്ച കാണാം, സംതിങ് കമ്മിങ് ക്ലോസ് ടു മീ, എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത് വരുന്തോറും ആ സീൻ ഭയങ്കര ഒരു ബ്ലഡി സ്കീനായി മാറുന്നു. മീൻസ് ഒരു വ്യക്തി പിടയ്ക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കുരിശിൽ കാണുന്നു, നല്ലപോലെ ബ്ലഡ് സ്റ്റെയിനുമായിട്ട്. ഈ കേൾക്കുമ്പോൾ ഇന്ന് എനിക്ക് ശ്വാസം കേൾക്കാം, മരിക്കാൻ പോകുന്ന ഒരു ഗ്യാസ്പിംഗ് സൗണ്ട് കേൾക്കാം.
ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നു ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അബോധാവസ്ഥയില്ല. ആൻഡ് ഐ എം ഫീൽ കർത്താവെ, ഇത് അടുത്ത് വരുമ്പോൾ എൻ്റെ ആ ഏജിൽ ഞാൻ പറഞ്ഞു, പ്ലീസ് സ്റ്റോപ്പ് ദ സീൻ, പ്ലീസ് സ്റ്റോപ്പ് ദ സീൻ, ഐ കനോട്ട് സീ. ഞാൻ എല്ലാം മറയ്ക്കുന്നു, പക്ഷേ എനിക്ക് സീൻ കാണാൻ പറ്റും. അവസാനം ഞാനൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഷിബു, ഐ ആം സഫറിങ് ഓൾ ദിസ് ഫോർ യു, വാട്ട് ഹാവ് യു ഡൺ ഫോർ മീ. ഞാൻ പറഞ്ഞു, ലോർഡ്, ഐ വിൽ ഡു എനിത്തിങ് ഫോർ യു, ബട്ട് പ്ലീസ് സ്റ്റോപ്പ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവമാണ്. പ്ലീസ് സ്റ്റോപ്പ് ദ സീൻ, പ്ലീസ് സ്റ്റോപ്പ് ദ സീൻ. അപ്പോൾ നെക്സ്റ്റ് സൗണ്ട്, വുഡ് യു ബി മിനിസ്റ്ററിങ്, വുഡ് യു ബി ഇൻ മൈ വിനിയാർഡ് ഫോർ മൈ നെയിം സേക്ക്. ഞാൻ ആ ഭയത്തിൽ, ആ പേടിയിൽ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, യെസ് ലോർഡ്. അന്ന് യെസ് ലോർഡ് പറഞ്ഞതാ. ദൈവമക്കളെ, സിൻസ് ഫ്രം ദെൻ till this day I am in the vineyard of God. You know, I just want to praise God. Can we just praise God? അമ്മമാരോടും അപ്പന്മാരോടും ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന മക്കൾക്ക് അത് ഒത്തിരി മക്കളൊന്നും ഒത്തിരി അങ്ങും ഇങ്ങൊന്നും പോകത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന മേൽ മക്കളുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാ. ഇന്ന് ഞാനിത് പറയാൻ തോന്നിപ്പിച്ചത്, ഞാൻ ഇവിടെ പ്രിപ്പയർ ആയിട്ട് വന്നാലേ ഇത് പറയാൻ വേണ്ടി, പക്ഷേ സംവെയർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ആസ്ക്ഡ് മീ ടു ഷെയർ ദിസ്. ചിലർക്ക് ഇത് വലിയൊരു പ്രോത്സാഹനമായി തീരട്ടെ. ഐ എൻകറേജ് യു, ഇഫ് യു ആർ പ്രേയിങ് ടുഡേ, വുഡ് യു ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് ആസ്ക് ദ ലോർഡ്, ലോർഡ് സ്പീക്ക് ടു മൈ children, speak to my husband, speak to my wife, speak to my kid, and I want to let you know that God is here and he can do great things for you. യേശുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ ഈ നിമിഷത്തിൽ തന്നെ നടക്കട്ടെ. ഇതൊരു സാധാരണ അനുഭവമല്ല, അസാധാരണമായ അനുഭവമാണ്. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത മണ്ഡലത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചത് വെറും പ്രഹസനത്തിന് വേണ്ടിയല്ല. നമ്മളെ വിളിച്ചു വേർതിരിച്ച ഒരു വ്യക്തിപര ഒരു ജീവിതത്തിന് വേണ്ടിയാ. പണമുണ്ടാക്കാനാണെങ്കിൽ നന്നായി പണമുണ്ടാക്കാം നമുക്കൊക്കെ. അല്പം വിദ്യാഭ്യാസവും അല്പ കഴിവുണ്ടെങ്കിൽ പണമുണ്ടാക്കാൻ ആർക്കാ പറ്റാത്തേ? പണം ആർക്കും ഉണ്ടാക്കാം. പക്ഷെ പണമുണ്ടാക്കാനും ഇവിടുത്തെ പൊസിഷന് വേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ വേർതിരിക്കപ്പെട്ട ജനം ഈ ലോകത്തിൽ അധികം നേടുവാനും ഈ ലോകത്തിന് പിന്നാലെ ഓടുവാനും അല്ല, നിത്യതയ്ക്ക് ലാക്കി വെച്ചും കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചു വേർതിരിച്ചതാണെന്ന് ഈ ഒമാൻ പെന്റിക്കോസ്റ്റൽ അസംബ്ലിയുടെ കൺവെൻഷനിൽ ഞാൻ വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തോത്രം ചെയ്തുവെന്ന്. Amen. പിന്നെ വേറൊരു ഇത് ഞാൻ പറയാൻ ചില ബേസ് ഉണ്ട് കേട്ടോ. ഒരു തെറ്റിദ്ധാരണകൾ, പെന്തിക്കോസിൽ നമ്മൾ വന്നതുകൊണ്ട് ഞാനൊരു മണ്ടനല്ല നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ട എന്ന് ചിന്തിക്കാൻ വേണ്ടി. ഐ ആം നോട്ട് എ ഫൂൾ ടു ജസ്റ്റ് തിങ്ക് ദാറ്റ് നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ടാണെന്ന്. അതാണെങ്കിൽ ഞാൻ ഫൂളായിരിക്കും. ഒന്ന്. രണ്ട് കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒന്നാം തലമുറയാണോ രണ്ടാം തലമുറയാണോ മൂന്നാം തലമുറയാണോ? ഒന്നാം തലമുറ വാസ്തവമായിട്ടും മാനസാന്തരപ്പെട്ടിട്ട് തന്നെയാണ് വന്നത്. രണ്ടാം തലമുറ മാനസാന്തരപ്പെട്ടവരെ കണ്ടിട്ടാണ് വന്നത്. മൂന്നാം തലമുറ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഓരോ തലമുറയിലും മാനസാന്തരപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാനസാന്തരപ്പെട്ടവരെ കണ്ടറിയാം ദൈവക്കളെ. അവരെ ആരാധന കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവരെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നതെന്നറിയാമോ? മാനസാന്തര പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. ഇതിനകത്തുനിന്ന് ചില കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെടട്ടെ, ഇതിനകത്തു ചില യൗവനക്കാർ മാനസാന്തരപ്പെടട്ടെ. ഇനി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എത്ര വലിയ ആളായാലും മാനസാന്തരത്തിന് അനുഭവം ഇല്ലാതായി ഇവിടെ വരെ നിൽക്കുന്നെങ്കിൽ 100% ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ OPN എത്ര പഴയ മെമ്പർ ആയാലും you will not see heaven. You will not see heaven. Heaven നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന സംഭവം അല്ല. Being a member of a Pentecostal church, you are not going to be in heaven. Heavenൽ പോകുന്ന കാര്യമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. Are we ready? Are we ready? Hello, praise God. So, let's go back. Progression in Christ. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലം. We know the background of the epistle of Philippians, right? We know the background, and I said chapter number 1, Christ should become our life. When we say Christ should become our life, what does that mean? Number 1,
ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഭയങ്കര പ്രസംഗമായിരുന്നു കേട്ടോ. ഭയങ്കര പ്രസംഗം. എന്തോ പ്രസംഗമായിരുന്നു അത്? ഭയങ്കര പ്രസംഗമായിരുന്നു. അല്ല എന്തുമായിരുന്നു അതൊന്നും അറിയത്തില്ല, പക്ഷെ ഭയങ്കര പ്രസംഗമായിരുന്നു. ഇത് കേസ് തന്നെയാണ് ഇപ്പോൾ ഇത്. ഓക്കെ, ലെറ്റ്സ് സേ നമ്പർ 1, Christ is our life. When we say Christ is our life, what does that mean? Number 1, Jesus Christ becomes the center of our life. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറുന്നു. റൈറ്റ്? become the center of our existence. Number 2, as soon as Christ becomes our life, what happens? He transforms our life. നമ്മുടെ ലൈഫിനെ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യും. Amen. എത്ര പേർക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ചേഞ്ച്ഡ് ആയ വ്യക്തിയാണെന്ന്? ഞാൻ ചേഞ്ച് ആയ വ്യക്തിയാണെന്ന് നിങ്ങൾ തമ്മിൽ അറിയാവുന്നവരാകുന്നതുകൊണ്ട് നമുക്ക് അവർക്ക് തന്നെ അറിയാം അല്ലേ? ചേഞ്ച് ആയ വ്യക്തികൾ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്ത് വന്ന്. ചില ബുദ്ധിമുട്ട് എനിക്കറിയാം, നമ്മൾ അയഞ്ഞു വരും, കുഴപ്പമില്ല, അയഞ്ഞു വരും. ചേഞ്ച് ആയവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ചങ്കിൽ കൈവച്ചിട്ട് വേണം അതൊക്കെ പറയാൻ കേട്ടോ. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്നൊരു പ്രാർത്ഥിക്കണം, കർത്താവേ ഒരു മിറക്കിൾ എൻ്റെ ലൈഫിൽ നടക്കണം. ഐ വാണ്ട് ടു ചേഞ്ച്. ചേഞ്ച് ആകത്തില്ലെങ്കിൽ heaven is not for us. Okay, number 3, നമ്മൾ ചേഞ്ചായി. എന്തോ ചേഞ്ചായി? പിന്നെ ഞാൻ കട്ടി മീശയായിരുന്നു, എല്ലാം മാറി, ഇപ്പം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഫുൾ താടിയാ. പിന്നെ നമ്മൾ ചേഞ്ച് ആയില്ലേ? നമ്മൾ ഒത്തിരി ചേഞ്ച് ആയി. പിന്നെ അപ്പോൾ ഇതുപോലത്തെ ചേഞ്ചസ് അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൈഫ് ചേഞ്ച്. കുശുമ്പ് മാറുന്ന, എല്ലാ ജലസി മാറുന്ന, പ്രൈഡ് മാറുന്ന, ഒരു വ്യക്തിയെ കണ്ടാൽ അവരെ ക്രിസ്തുവിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിഷമം, ഒരാൾ ഞാൻ പറയുന്ന ഒരു വാക്ക് നിമിത്തം ഒരാൾ വിഷമിക്കുന്നു എന്ന മനസ്സിൽ പോലും ചിന്ത വന്നാൽ ഉറക്കം വരാത്ത ജീവിതം. ഞാൻ എൻ്റെ വാക്ക് നിമിത്തം ആ പുള്ളിക്ക് ഭയങ്കര വിഷമമായി, അന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല. അന്നും സുഖമായി ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെട്ടതല്ല. When Christ comes, we are different. We are completely different. അങ്ങനെ നമുക്ക് വേദന തോന്നുന്നില്ലെങ്കിൽ I want to tell you, മാനസാന്തരപ്പെടേണ്ട ആവശ്യമാണ്. And number 3, Christ becomes the source of our spiritual fulfillment. Okay? Number 2, as soon as Christ becomes our life, what will happen then? Christ becomes our mind. നമ്മുടെ മനസ്സ് ക്രിസ്തുവായി മാറും. മനസ്സ് ക്രിസ്തുവായി മാറുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്പർ 1, എന്താ വരും? വി വിൽ ബി വെരി ഹംബിൾ. നമ്മൾ ഒത്തിരി ഹംബിളാണ്. ഈ ഹംബിൾ എന്ന് പറയുമ്പോഴേ നമ്മൾക്ക് ചിന്താഗതിയുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ഈ പെന്തിക്കോസ്റ്റൽ റിലത്തിൽ. നമ്മളെല്ലാം പെന്തിക്കോസ്റ്റാനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? നമ്മൾ കാരണം ഞാനിപ്പം നന്നായി മർത്തമായി വന്നിട്ട് പെന്തിക്കോസ്റ്റുകാരനാണ്, അതുകൊണ്ട് എനിക്ക് പെന്തിക്കോസ്റ്റുകാരുടെ ഇടയിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ അറിയാം. നമ്മുടെ ഈ താഴ്മ എന്ന് പറയുന്നത് എന്തുവാ? ഭയങ്കര പെയ്യെ പറയണം സഹോദരൻ, എന്തുണ്ട്? നല്ല സുഖം കേട്ടോ. പിന്നെ നമ്മൾ നിൽക്കുന്നൊക്കെ നിപ്പുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചോളൂ, നിപ്പൊക്കെ ഉണ്ടല്ലോ. ഇതാ നമ്മുടെ താഴ്മ. നമ്മുടെ ഞരമ്പനെ ഒന്ന് തൊടണം, അപ്പം അറിയാം ഈ താഴ്മയൊക്കെ. ജനറൽ ബോഡി ഒന്ന് കയറി ഇരിക്കണം, താഴ്മ അറിയാം. ജനറൽ ബോഡി ഒന്ന് കയറി നിന്ന് ഓരോരുത്തരുടെ ഓരോ ഡയലോഗ് കേട്ടിക്കഴിഞ്ഞാൽ കിടിലം ഡയലോഗല്ലേ. ദൈവമക്കളെ, ഐ വാണ്ട് ടു ലെറ്റ് യു നോ, സ്പിരിറ്റ് ഓഫ് ഹ്യൂമിലിറ്റി ഈസ് നോട്ട് ദാറ്റ്. സ്പിരിറ്റ് ഓഫ് ഹ്യൂമിലിറ്റി ഈസ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. എന്തോ അറിയാമോ? ദൈവമായിട്ട് സമത്വമുള്ളപ്പോൾ ആ സമത്വം മുറുകെ പിടിക്കാതെ താണു ലോകത്തിൽ ഇറങ്ങി വന്നു. നമുക്ക് താണു ലോകത്തിൽ നമ്മുടെ സഹോദരന്മാരോടൊപ്പം അവരുടെ മാനസിക നിലയിൽ ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ, അവരോടൊപ്പം 2 റൊട്ടി കഴിക്കാൻ പറ്റുമെങ്കിൽ, അവരോടൊപ്പം ഇരിക്കാൻ പറ്റുമെങ്കിൽ, വിയർപ്പോട് വരുന്ന ഒരുത്തനെ ആലിംഗനം ചെയ്യാൻ പറ്റുമെങ്കിൽ, അതൊക്കെയാ നമ്മുടെ ഹ്യൂമിലിറ്റി. അല്ലാതെ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊന്നും അല്ല. ഓക്കെ, പിന്നെ ദ നെക്സ്റ്റ് തിങ്, Christ becomes our mind. What will happen? You will start thinking about others. നാം നമ്മളെക്കുറിച്ചല്ല പിന്നെ ചിന്തിക്കുന്നത്. പിന്നെ ആരെക്കുറിച്ച് ചിന്തിക്കുന്നു? മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു. തേർഡ് തിങ്, പിന്നെന്തുവാ? ക്രൈസ്റ്റ് മൈൻഡ് ഈസ് ഫോക്കസ്ഡ് ഓൺ വാട്ട്? ഒബീഡിയൻസ് ടു ഗോഡ്സ് വിൽ. ദൈവഹിതം എന്തായാലും അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. ഈ വചനം കേൾക്കുമ്പോൾ എനിക്കറിയാം കുത്തുണ്ടാകും, എനിക്കറിയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് കുത്തുണ്ടായില്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ച വെറുതെ ആയിപ്പോയി. പാസ്റ്റർ ഞങ്ങൾ കുത്തി തന്നെയാണ് പ്രസംഗിച്ചത്, ആബ്സല്യൂട്ട്ലി കുത്തിയാണ് പ്രസംഗിച്ചത്. പിന്നെ ദൈവവചനം ഞാൻ പ്രസംഗിച്ചിട്ട് നിങ്ങളുടെ ഹൃദയം കീറിയിട്ടില്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചിട്ട് കഥയൊന്നുമില്ല. ഫീൽ ഗുഡ് സെർമൺസ് ആർ നോട്ട് ഗോഡ്ലി സെർമൺസ്.
Feel good sermons are not godly sermons. Ondarikkum uttri feel good sermons, but that is not godly sermon. Godly sermon, Holy Spirit, when He talks, He will tear you up. He will do an operation. He will tear you up. Why? So that He loves you so much, He can establish His love inside you. Amen. Are you ready? So, Philippians chapter 1, Christ is my life. Chapter 2, Christ is my mind. And now chapter 3. Chapter 3, verse 10. Chapter 3, verse 10. Let's read. First, let me read in English, and then ningal Malayalamil vaayikam. That I may know Him and the power of His resurrection and the fellowship of His sufferings, being conformed to His death. Malayalamil vaayicchu സഹായിക്കാം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. എന്തോ അനുഭവിച്ച് ഇംഗ്ലീഷിൽ അറിയാം. That I may know Him. That I may know Him. എനിക്ക് അവനെ അറിയണം. ഇത് ആരാ പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ച്, ആരാ പറയുന്നത്? ഇത് പൗലോസാ, റൈറ്റ്? പോൾ പറയുക, എനിക്ക് ആരെ അറിയണം? കർത്താവിനെ അറിയണം. നിങ്ങളെല്ലാം നല്ല മാത്തമാറ്റീഷ്യൻ ആണെന്ന് നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ടെസ്റ്റിംഗ്. റെഡി? പൗലോസ് ഈ ഒരു എപ്പിസോഡ് എഴുതുന്നത് AD 65 എത്രയും? AD 65. 2 Corinthians chapter 12 verse 1 till 4 എന്ന് വായിക്കാവുന്ന. 2 Corinthians chapter 12 verse 1 till 4 എന്ന് വായിച്ചെന്ന് ആരെങ്കിലും വായിച്ച് സഹായിച്ചെന്ന്. പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടിനെയും കുറിച്ച് പറയാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഒരു മിനിറ്റ് എല്ലാവരും കൂടി ഒന്ന് പുറകെ പറയാമോ? ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഒന്ന് വായിച്ച് പുറകിൽ പറയട്ടെ ഞങ്ങള്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആരെ കുറിച്ചാണ് പോലീസ് പറയുന്നത്? ആരെ കുറിച്ചാണ് പറയുന്നത്? ഇത് എനിക്കൊരു മനുഷ്യനെ അറിയാം. പുള്ളിൻ്റെ താഴ്മ ശ്രദ്ധിച്ചേ, പുള്ളിൻ്റെ പേരും അഡ്രസ്സും ഒന്നും പറയാതെ പറയുന്നത് എനിക്കൊരു മനുഷ്യനെ അറിയാം ക്രിസ്തുവിൽ. ആ പുള്ളി എത്ര വർഷം മുമ്പേ? 14 വർഷം മുമ്പേ പുള്ളി എവിടെ പോയെന്നാ പറയുന്നത്? 3-ാം സ്വർഗം. പേര് പറയുന്നില്ല. തൻ്റെ ഹ്യൂമിലിറ്റി ശ്രദ്ധിച്ചു വന്ന് പേര് പറയുന്നില്ല. 14 വർഷം മുമ്പേ പോയ മനുഷ്യൻ 14 വർഷം മിണ്ടാതിരുന്നിട്ട് അവസാനം പറയേണ്ട ഗതികേട് വന്നപ്പോൾ താൻ ഇത് പറയുകയും ചെയ്തു. പറഞ്ഞപ്പോൾ എന്തോ പറയുന്നത്? പേരും പറഞ്ഞില്ല, അഡ്രസ്സും പറഞ്ഞില്ല. പക്ഷേ ഒരു മനുഷ്യനെ എനിക്കറിയാം, 14 വർഷം പോയി. 2 Corinthians എഴുതുന്നത് AD 55 എന്നോട് പറഞ്ഞേ, ക്യാൻ യു ഗിവ് മീ ദ ആൻസർ? വെൻ ഡിഡ് ഈ ഫിലിപ്പ ലേഖനം എഴുതുമ്പോൾ എത്ര വർഷം മുമ്പെയാ പൗലോസ് സ്വർഗത്തിൽ പോയത്? Mathematicians. Huh? Listen, AD 65 Philippians, AD 55 2 Corinthians. And he says 14 years back I went to heaven. How many years? $55 to $65. How many years? 10 years. 10 years plus 14 years. That's it. So 24 years back, ഈ മനുഷ്യൻ എവിടെ പോയെന്നാ പറയുന്നത്? സ്വർഗത്തിൽ പോയി. സ്വർഗം കണ്ടു വന്ന മനുഷ്യൻ പറയുക, I want to know him. നിങ്ങൾ ചിന്തിക്കാൻ പറ്റും, ആ റെവലേഷൻ ചിന്തിക്കാൻ പറ്റുമോ എന്ന്? 24 വർഷം മുമ്പേ 3-ാം സ്വർഗം കണ്ടുവന്ന മനുഷ്യൻ പറയുക, എനിക്ക് മതിയായിട്ടില്ല, ക്രിസ്തുവിനെ എനിക്ക് അധികമായി അറിയണം. Hallelujah. When Christ becomes your life, when Christ becomes your mind, the third thing, Christ becomes your goal. Christ becomes your goal. ഇന്ന് രാത്രിയിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നമ്മൾ സ്വർഗത്തിലെ കെണി പോലും കണ്ടിട്ടില്ല, ഇന്ന് വരെ ഒരു പേക്കിനാവ് പോലും കണ്ടിട്ടില്ല. അങ്ങനെ കാണാത്ത നമ്മുടെ ഓട്ടവും ബഹളവും അധ്വാനവും കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്രയും ദൈവത്തെ അറിഞ്ഞു, ഇനിയൊന്നും അറിയാൻ ബാക്കിയില്ല എന്ന നിലയിലാണ് നമ്മളിരിക്കുന്നത്. ദൈവമക്കളെ, ക്രിസ്തു ലൈഫായി മാറിയാൽ, ക്രിസ്തു മൈൻഡായി മാറിയാൽ പിന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തോന്ന് അറിയാമോ?
കർത്താവ് നമ്മളെ ലക്ഷ്യമായി മാറും. ഈ ലോകത്തിൽ എന്തറിഞ്ഞാലും എന്ത് നേടിയാലും അതൊന്നും നമ്മെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഹല്ലേലൂയ. 4 പണമുണ്ടായാൽ 4 കാറുകൾ വാങ്ങിച്ചാൽ വീട്ടിൽ 1 കോടിൻ്റെ വീട് വെച്ചാലും ഇതൊന്നും നമ്മളെ തൃപ്തിപ്പെടുകയില്ല. ഒരു വിശ്വാസിക്ക് തൃപ്തിയായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാം നേടിയിട്ട് ഇന്ന് തൃപ്തിയോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം അതൊന്ന് കുത്തിക്കൊള്ളട്ടെ. ദൈവത്തിന് ആത്മാവിൽ നിന്നോട് ചോദിക്കുന്നു, ദൈവമക്കളെ, ആരെങ്കിലും സംതൃപ്തിയോട് ലോകത്തിൻ്റെ ചില നേട്ടം കൊണ്ട് സംതൃപ്തിയോടെ ഇരിക്കുക. ഒരു ആരാധന കഴിഞ്ഞിട്ട്, ഒരു ഫ്രൈഡേ മീറ്റിംഗ് കഴിഞ്ഞിട്ട്, ഒരു സാറ്റർഡേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സംതൃപ്തിയോടെ ഇരിക്കുവാണെങ്കിൽ നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ഇനഫ്. ലെറ്റ് ക്രൈസ്റ്റ് ബിക്കം യുവർ ലൈഫ്, ലെറ്റ് ക്രൈസ്റ്റ് ബിക്കം യുവർ മൈൻഡ് ആൻഡ് ലെറ്റ് ക്രൈസ്റ്റ് ബിക്കം യുവർ ഗോൾ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ തട്ടിയൊന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അല്പനേരം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, അങ്ങനത്തെ മനസ്സൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, എനിക്കങ്ങനെ ഗോൾ വന്നിട്ടില്ല. ലെറ്റ് ക്രൈസ്റ്റ് ബിക്കം അവർ ഗോൾ, ലെറ്റ് ക്രൈസ്റ്റ് ബിക്കം അവർ ഗോൾ. ദൈവമക്കളെ, ഇവിടെ എന്ത് നേടിയാലും അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദൈവ പൈതൽ ഈ ലോകത്തിൽ ഡിഗ്രികൾ കെടുത്തിയാലും, ഈ ലോകത്തിൽ എത്ര പഠിച്ചാലും, ഈ ലോകത്തിൽ എത്ര നല്ല വസ്ത്രം ഉടുത്താലും, എത്ര നല്ല കാറുകളിൽ നടന്നാലും, എത്ര നല്ല ഭവനം ചമച്ചാലും, he cannot be content. കാരണം ഇതൊന്നും അല്ല ഒരു ആത്മീകനെ സംതൃപ്തിപ്പെടുത്തുന്നത്. ഒരു ആത്മീകനെ സംതൃപ്തപ്പെടുന്നത് എന്താ അറിയാമോ? ടു നോ ക്രൈസ്റ്റ്, ടു നോ മോർ ക്രൈസ്റ്റ്. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവ് ചില ഹൃദയങ്ങളെ ഒന്ന് തുറക്കട്ടെ. കർത്താവിനോട് ദാഹം വരട്ടെ. I want to tell all my young brothers, young sisters, yes, we all have aspirations, we all have futuristic aspirations, we all go for a lot of things, we compete, we do great things, but I want to let you know, these things cannot satisfy you. Only Christ can satisfy you. A man named Paul, he is talking about, I want to know him. Even though he has visited heaven, he have visited heaven 24 years back. തന്നെ സ്പിരിച്വൽ മെച്യൂരിറ്റി ചിന്തിക്കാൻ പറ്റുമോ? അതിൻ്റെ സ്പിരിച്വൽ മെച്യൂർ, അത്രയും സ്പിരിച്വൽ മെച്യൂർ ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ് പറഞ്ഞത്, 24 വർഷം മുമ്പേ ഞാൻ സ്വർഗം കണ്ടതാ, പക്ഷേ എന്നെ ക്രിസ്തുവിനെ എനിക്കൊന്ന് അറിയണം. I want to tell you everybody, when you talk about what Christ becomes goal, what does that mean? What does that mean? ആ ഗോളിൻ്റെ അർത്ഥം എന്തുവാ? 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. സഹോദരന്മാരെ, Yeah. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ശ്രദ്ധിച്ചേ, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ ഭാഗം എടുത്ത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മളൊക്കെ മിക്കവാറും പറയാറുണ്ട്, പിൻപിലുള്ള മറന്ന്. ഈ പിൻപിലുള്ള മറക്കുമ്പോൾ എന്തോ മറന്നെന്നായി പുള്ളി പറയുന്നത്. താൻ ചെയ്ത പാപമോ, തൻ്റെ വീഴ്ചയോ ഒന്നുമല്ല. തൻ്റെ എല്ലാ നേട്ടങ്ങളും, തൻ്റെ എല്ലാ അറിവുകളും, തൻ്റെ സ്വർഗത്തിൽ പോയ ആ വലിയ സാക്ഷ്യമില്ല, ആ സാക്ഷ്യവും, തൻ്റെ എല്ലാ നേട്ടങ്ങളും കുറിച്ച് പറയുക. എൻ്റെ വീഴ്ച മാത്രമല്ല, എൻ്റെ നേട്ടങ്ങളും അതെല്ലാം ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി പറയുക. ഇതെല്ലാം ഞാൻ ഒന്ന് മറക്കാൻ ശ്രമിക്കുക. അത് മറന്നാലേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, 1947 നടന്ന ഒരു സംഭവത്തെ പറ്റിക്കൊണ്ടാണ് ഇന്നും നമ്മൾ നിൽക്കുന്നത്. എവിടോ ചില വർഷങ്ങൾക്ക് മുമ്പേ എന്തോ ഒരു പേക്കിനാവ് കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നും നിൽക്കുന്നത്. ആരോ ഒരു പ്രവാചകൻ തലേ കൈവച്ച് പറഞ്ഞു അന്നൊരു മിറാക്കിൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്നും നിൽക്കുന്നത്. ലെറ്റ് മീ ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഐ എം സോ സിൻസിയർ ടു യു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നുണ്ടോ? ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നുണ്ടോ? അതോ ഏതോ 10 വർഷം മുമ്പേ 20 വർഷം മുമ്പേ ഉള്ള എക്സ്പീരിയൻസും കൊണ്ടാണോ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? ദൈവങ്ങളോട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, ഐ വാണ്ട് ടു ടെൽ യു. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ നേട്ടങ്ങളെല്ലാം ഒന്ന് മാറ്റി. ഈ നേട്ടങ്ങൾ പിടിച്ചുകൊണ്ടല്ലേ നമ്മൾ പല പ്രാവശ്യം സഭകളിലും നമ്മുടെ കുടുംബങ്ങളിലും പിടിച്ചു നിൽക്കുന്നത്. ഞാൻ നേടി, എൻ്റേതാ, ഞാൻ ഫൗണ്ടിങ്, ഞാൻ ലേയർ, ഞാൻ പിന്നെ കല്ല്, ഞാൻ അടിസ്ഥാനം, ഞാൻ പില്ലർ. ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇതൊന്നും ചെലവാകയില്ല. കർത്താവിനെ സന്നിധി വിളിച്ചു പറയട്ടെ, ഒരു കൊച്ചു കുഞ്ഞ് ദൈവസന്നിധി വരുന്നത് പോലെ അല്ലെ നേടിയതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ആത്മാവിൽ നിറച്ചുകൊണ്ട് ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തി നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാ. ഞാൻ ആത്മാവിൽ നിറഞ്ഞ ഒരു
കാര്യം പറയട്ടെ, ഹല്ലേലൂയ, നേട്ടങ്ങളുടെ പട്ടിക പിടിച്ചിട്ട്, നേട്ടങ്ങളുടെ ക്ലാമ്പുകൾ പിടിച്ചിട്ട്, അതിൻ്റെ എല്ലാ കിരീടങ്ങൾ പിരിച്ചിട്ട് ഒന്ന് ദൈവസന്നിധി വരുവാണെങ്കിൽ അതൊന്നും ചെലവാകത്തില്ല. ഹല്ലേലൂയ. 24 മൂപ്പന്മാരെ കുറിച്ച് പറയുന്നു, അവർ കർത്താവിനെ കണ്ടപ്പോൾ അവരെ കിരീടങ്ങൾ എല്ലാവരും താഴെ വെച്ചു. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ക്രിസ്തു നമ്മുടെ ഗോലായി മാറിയാൽ എല്ലാ കിരീടങ്ങളും എടുത്തിട്ട് ഒന്ന് താഴ്ത്തി വെക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ എന്ന്? ആമേൻ. ഞാൻ 21 ദിവസം ഉപവസിച്ചു. ഞാൻ 40 ദിവസം 10 പ്രാവശ്യം ഉപവസിച്ചു. എനിക്ക് ഈ വരമുണ്ട്, എനിക്ക് ആ വരമുണ്ട്. ഈ നേട്ടങ്ങൾ പൗലോസിന് പറയാനില്ല. പൗലോസ് പറയുക, പഴയതെല്ലാം ഞാൻ മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക് ഓടുന്നത്. ലാക്കിലേക്ക് ഓടുവാൻ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ നേട്ടങ്ങളുടെ ലിസ്റ്റും നഷ്ടങ്ങളുടെ ലിസ്റ്റുമാണ്. നഷ്ടങ്ങളുടെ ലിസ്റ്റ് എത്രയും നമ്മളെ ബാധിക്കുന്നു, അത്രയും തന്നെ നേട്ടങ്ങളുടെ ലിസ്റ്റും ബാധിക്കും. ഒരു കാര്യം ഓർത്തോണം, നമ്മളെ പ്രാപ്തരാക്കിയത് കർത്താവാണ്. നമ്മളെ ഇവിടം വരെ കൊണ്ടുവരാൻ പ്രാപ്തരാക്കിയ കർത്താവാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഒരു കാര്യം പറയാം. നമുക്ക് ഇന്ന് നിങ്ങൾ കറൻസിയൊക്കെ ഒരു സാലറി വാങ്ങിക്കുമ്പോൾ സ്തോത്രം ചെയ്തോണം, ഇതിനെ പ്രാപ്തനാക്കിയ കർത്താവാണ്. ആ കർത്താവിന് സ്തോത്രം ചെയ്തുവന്ന് കർത്താവ് ഓരോ നല്ല വാഹനത്തിൽ പോകുമ്പോഴും ഓരോ ജോബ് കഴിഞ്ഞിട്ട് അതിൻ്റെ സാലറി വാങ്ങിക്കുമ്പോഴും കർത്താവിനെ നന്ദി പറയണം. കർത്താവ്, ഈ സാലറി അല്ല എൻ്റെ ഗോൾ, പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി എനിക്ക് കർത്താവ് നൽകി തന്നത് മാത്രമാണെന്ന് വിശ്വസിച്ച് ഹല്ലേലൂയ എല്ലാ നേട്ടങ്ങളെ ഒന്ന് മാറ്റിക്കൊണ്ട്, നമ്മുടെ കോളറൊക്കെ ഒന്ന് പൊക്കുന്നതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് കർത്താവിലേക്കൊന്ന് മടങ്ങി വരാമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്തു എന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ചില വ്യക്തികളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, ചില ജീവിതങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നേട്ടങ്ങളുടെ പട്ടിക പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളോട് ദൈവത്തെ അതാ പറയട്ടെ, അതൊന്ന് താഴ്ത്തി വെക്കാൻ പറ്റുമോ? നിന്നെ ഇനിയും അനുഗ്രഹിക്കുവാൻ, ഇനിയും നയിക്കുവാൻ, ഇനിയും ശക്തനാക്കുവാൻ, ഇനിയും കർത്താവിനെ പ്രയോജനപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ശക്തനാ. വിശ്വസിക്കുന്നവർ അല്പനേരം ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെന്ന്. ഹല്ലേലൂയ. നീ പഴയതൊന്ന് വിടാൻ തയ്യാറാണെങ്കിൽ, നീ നേട്ടങ്ങൾ വിടാൻ തയ്യാറാണെങ്കിൽ, നിന്നെ പുതിയ നേട്ടത്തിലേക്ക് നയിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. പഴയതൊന്നും പിടിച്ചു നിൽക്കാനല്ല, പഴയ ഒരു ദർശനം പിടിച്ചു നിൽക്കാനല്ല, പഴയ ഒരു അന്യഭാഷ പിടിച്ചു നിൽക്കാനല്ല, പഴയ ഒരു പ്രസംഗം പിടിച്ചു നിൽക്കാനല്ല. പുതിയതിലേക്ക്, പുതിയ തലമുറയിലേക്ക്, പുതിയ തലത്തിലേക്ക് ദൈവത്തിന് ആത്മാവ് നയിക്കുവാൻ ഇന്ന് വരെ കാണാത്ത ഒരു ദർശനം, ഇന്ന് വരെ കേൾക്കാത്ത ഒരു പ്രവചനം, ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സ്വർഗീയാനുഭവം, ഒരു കർത്താവിന്റെ ആത്മാവ് ചിലരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ചില യൗവനക്കാരെ അന്ത്യനാൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട്. ഈ നാളുകളിൽ അവരെ വിളിച്ചു വേർതിരിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്തിട്ടെ. ഹല്ലേലൂയ. ഇത് ചില പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, ചില ചെയിൻ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, ചില മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, ആത്മാവിനോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കുടുംബത്തിലെ ഉള്ളറകളിൽ, ഹസ്ബൻഡ് വൈഫ്സ് കുടുംബത്തിലെ ഉള്ളറകളിൽ നേട്ടങ്ങളുടെ പട്ടിക കാണിക്കണ്ട. ഞാൻ എത്ര ഉണ്ടാക്കി, നീ എത്ര ഉണ്ടാക്കി, ഇതുമായിട്ട് ബന്ധമില്ല. Let's Christ be our goal. Let's Christ be our goal. ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവാണെന്ന് ധൈര്യമായിട്ട് ഇന്ന് രാത്രി ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ എന്ന്? എത്ര പേർക്ക് പറയാൻ പറ്റും? കർത്താവേ, ഐ സബ്മിറ്റ് മൈ, എന്നെ തന്നെ സമർപ്പിക്കുന്നു പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. എന്നോടൊപ്പം എത്ര പേരുണ്ട്? ഞാൻ സമർപ്പിക്കുന്നു, എന്നോടൊപ്പം സമർപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജീവിതത്തിന് നേട്ടം വേറെ ഒന്നുമല്ല, ലക്ഷ്യം വേറെ ഒന്നുമല്ല. പണം വന്നോട്ടെ, പൊസിഷൻ വന്നോട്ടെ, അതൊന്നും നോ എന്ന് പറയണ്ട, പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ല. Christ is my goal. Rubana regadaga shamdanagasia. Amen. When Christ becomes your goal, so first thing, Christ becomes the ultimate goal of your life. Ada ivide parnathu, I leave everything aside. Nan ellam purage marakunnu, I go forward, right? Randamathe karyam, when Christ becomes our goal, that becomes the standard of spiritual maturity. ക്രിസ്തു ലക്ഷ്യമായി തീരുമ്പോൾ ആത്മീക മെച്യൂരിറ്റിൻ്റെ കാരണം അതായി തീരും. Let's go to Ephesians chapter 4 and verse 13. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ
വേലയ്ക്കും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ആകുന്നു. പിന്നെ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഈ മക്കളെ, ഇത് നമുക്ക് വേണ്ടി നൽകപ്പെട്ട ദൈവവചനമായത്. നമുക്ക് വേണ്ടി നൽകപ്പെട്ട നമ്മുടെ ലക്ഷ്യം ക്രിസ്തു ആണെങ്കിൽ ക്രിസ്തു എന്ന തലയോളം വളരണം. ഒന്നാമത്തെ കാര്യം, മെച്യൂരിറ്റി വിത്ത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് മെച്യൂരിറ്റി എന്തുവാ? ബോഡി ഓഫ് ക്രൈസ്റ്റ് പറയുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദൈവസഭയാ, ഒരു ബോഡി, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിൽ നാം അന്യോന്യം മെച്യൂർ ആയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം ശരീരത്തിന് ദോഷമാകുന്ന ഒന്നും പറയരുത്. ശരീരത്തിന് ദോഷമാകുന്ന ഒരു കാര്യം ചിന്തിക്കല്ലേ. ശരീരത്തിന് ദോഷമാകുന്ന ഒരു കാര്യം അന്യോന്യം റെസ്പെക്റ്റ് ചെയ്യുക, ആ മെച്യൂരിറ്റിയിലേക്ക് വളരുക. ഒരാളുടെ കുറവ് കണ്ടാൽ ആ കുറവും കൊണ്ട് കുട്ടിഘോഷിക്കുന്നവരല്ല. ആ കുറവ് കണ്ടാൽ അതിനെ ക്രിസ്തുവിൽ അതിനെ ഡീൽ ചെയ്യുവാൻ ഉള്ള മെച്യൂരിറ്റി പ്രാപിക്കണം. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ക്രിസ്തു ഗോലായി കഴിഞ്ഞാൽ എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരൻ്റെ ഒരു കുറവ് കണ്ടാൽ ആ കുറവിനെ കൊട്ടിഘോഷിക്കുന്നവനല്ല ഞാൻ. അതിനെ ക്രിസ്തുവിൽ പണിഞ്ഞെടുക്കുവാൻ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയാം. ഞാൻ ആത്മാവിൽ വചനത്തിന് വെളിപ്പാടിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതെനിക്കറിയാം എവിടെയൊക്കെയോ പണിഞ്ഞുകൊണ്ടിരിക്കുവാണെന്നും എനിക്ക് നന്നായി ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ സ്തോത്രം ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ദൈവത്തെ സ്തോത്രം ചെയ്ത് ദൈവമക്കളെ, അന്യോന്യം പൊറുക്കുവാൻ, അന്യോന്യം ക്ഷമിക്കുവാൻ, അന്യോന്യം കരുതുവാൻ, അന്യോന്യം സ്നേഹിക്കുവാൻ. ഒരാളുടെ കുറവ് കണ്ടാൽ അവൻ്റെ കുറവായി ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അവനെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ, അവളെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഗോൾ, ക്രിസ്തുവിലുള്ള മെച്യൂരിറ്റി. ഈ മാതാപിതാക്കളാക്കുന്ന നമ്മുടെ മക്കളുടെ ഒരു ആവശ്യം, ഒരു പ്രശ്നം വന്നാൽ നമ്മളത് കൊട്ടിഘോഷിക്കുമോ? ഒരിക്കലും കൊട്ടിഘോഷിക്കത്തില്ല. അതിനെ എത്രയും മറയ്ക്കാൻ പറ്റുമോ അത്രയും മറച്ച് സൂക്ഷിക്കും. റൈറ്റ്? പക്ഷെ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ മക്കളാണ്, എല്ലാം ദൈവമക്കളാണ്. ആമേൻ. ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിൻ്റെ ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് എത്തുവാൻ സമർപ്പിക്കപ്പെടുന്ന കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തു വന്ന് സ്തോത്രം ചെയ്ത്. Amen. So when Christ becomes our goal, he becomes our ultimate goal. He becomes the spiritual maturity. Third thing ഉണ്ട്, ഈ ഗോളായി തീരുമ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം, അത് 1 യോഹന്നാൻ 3:2 എഴുതിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വാക്യം. ശ്രദ്ധിച്ചു ഒന്ന്. 1 John chapter 3 verse 2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. That means when Christ becomes our goal, eternity is our goal. ഈ ലോകത്തിൽ വേറെ ഒരു ഗോളുമില്ല. എറ്റേർണിറ്റിയാ ലോകം. നമ്മുടെ ഗോൾ എറ്റേർണിറ്റിയാ, നിത്യതയാണ് നമ്മുടെ ഗോൾ. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, ഐ വാണ്ട് ടു ലെറ്റ് യു നോ, യേശുവിനെ സ്നേഹിച്ചും കർത്താവിനെ അറിഞ്ഞും ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വന്ന നമ്മളെയൊക്കെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട്. ഒരാളിനോട് വഴക്കിട്ടിട്ട് എറ്റേർണിറ്റി നഷ്ടപ്പെടുന്ന ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ ആ വഴക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ആ വഴക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? നമുക്കറിയാം. അല്ല, ആ വഴക്കിട്ടിട്ട് നമുക്ക് നമ്മുടെ ആ ഈഗോനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ വഴക്കിട്ടിട്ട് ഈഗോനെ ഫുൾഫിൽ, അങ്ങനൊന്നും എന്നെ ബോഷനാക്കണ്ടെന്ന് നമുക്ക് പറയാം. ഈഗോനെ ഫുൾഫിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എറ്റേർണിറ്റി ലക്ഷ്യമാണെങ്കിൽ നാം ഇന്ന് വാദിക്കുന്ന പല വാദങ്ങൾ, നമ്മൾ മുഷ്ടി പിടിക്കുന്ന പല മുഷ്ടികൾ, നമ്മൾ
പണമുണ്ടാക്കുന്ന പല രീതികൾ, പാപത്തെ നമ്മൾ വളരെ ലഘുവായി കാണുന്ന നമ്മുടെ ആ മനോഭാവം, അതെല്ലാം മാറും ദൈവമക്കളെ. ഹല്ലേലൂയ. Sin is sin. Sin cannot be diluted. പാപത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പാപം തന്നെയാ. പാപം എന്ന് പറയുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായി നടക്കുന്ന എല്ലാം പാപമാണ്. അങ്ങനാണെങ്കിൽ പാപത്തെ വെറുക്കുവാനും പാപത്തെ ജയിക്കുവാനും നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ട ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് വാദിക്കും, ഇത് നിന്റെ നിത്യതയെ ബാധിക്കുന്ന കാര്യമാ എന്ന് വാദിക്കുമ്പോഴും ആ വാക്കുകൾ കേൾക്കാതെ പിന്നെയും പിശാചിൻ്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകാൻ നമ്മൾ എത്രയോ പ്രാവശ്യം വീണു പോകാറുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയട്ടെ, ക്രിസ്തു നമ്മുടെ ലക്ഷ്യമായി മാറിയാൽ എറ്റേർണിറ്റി നമ്മുടെ ലക്ഷ്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാം ഈ സെൻസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഈ എറ്റേർണൽ സെൻസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ സെൻസിറ്റീവ് ആയിരിക്കണം. If we are sensitive to Holy Ghost will tell us what is wrong and what is right. Amen. ദൈവവചനം നമ്മളെപ്പോഴും പറയാറുണ്ട്, കർത്താവേ അങ്ങയുടെ ഹിതം എന്നൊന്ന് വെളിപ്പെടുത്തണമേ, ദൈവഹിതം വെളിപ്പെടുത്തി നൽകി തരണമേ. ദൈവഹിതം വെളിപ്പെടുത്തുന്നത് ഒന്നാമത്തെ കാര്യം ദൈവവചനത്തിൽ കൂടിയാണ്. Amen. ദൈവവചനത്തിൻ്റെ അപ്പുറം വേറെ ഒരു വെളിപ്പാടില്ല. Amen. There can be specific prophecy, that's fine. But according to the word of God, eternity is our goal. ഇന്ന് രാത്രിയിൽ പൗലോസ് പറയുക, ക്രിസ്തു ജീവിതമായാൽ, ക്രിസ്തു മനസ്സായാൽ, then ക്രിസ്തു നമ്മുടെ ലക്ഷ്യമായി മാറും. ഇതോടുകൂടി തീർന്നിട്ടില്ല. The final ചാപ്റ്ററിലേക്ക് വരാം. And the biggest mystery of the final chapter, the last chapterൽ ക്രിസ്തു ജീവിതമായി മാറിയാൽ, ക്രിസ്തു മനസ്സായി മാറിയാൽ, ക്രിസ്തു ഗോലായി മാറിയാൽ, 4ാമത്തെ ചാപ്റ്റർ താൻ വെളിപ്പെടുത്തുന്ന വെളിപ്പാട് 4-ാം അധ്യായം 13-ാം വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ഇനിയും പറയാം നമുക്കൊന്ന് ധൈര്യമായിട്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. Hallelujah. Bible says, come on, let's read in English. I can do all things through Christ which strengthens me. Who strengthens me? അതിൻ്റെ അർത്ഥം ഇതാ, എന്ന് ക്രിസ്തു ജീവിതമായി മാറും, എന്ന് ക്രിസ്തു മനസ്സായി മാറും, എന്ന് ക്രിസ്തു ലക്ഷ്യമായി മാറും, അന്ന് ക്രിസ്തു നമ്മുടെ ശക്തിയായി മാറുക. Christ becomes our strength. പിന്നെ എൻ്റെ എല്ലാ നേട്ടങ്ങളിലും എല്ലാ വീഴ്ചയിലും ഞാൻ നേരിടുന്ന ഏത് പ്രശ്നമായാലും അവിടെ ഞാൻ എൻ്റെ ശരീരശക്തിയിലും എൻ്റെ ശക്തിയിലല്ല ഞാൻ നേരിടുന്നത്, അവിടെ ക്രിസ്തുവിൻ്റെ ശക്തിയിലാണ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ, ക്രിസ്തുവിൻ്റെ സ്ട്രെങ്ത്തിലാണ് ഞാൻ നേരിടുന്നത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ, ജീവിതത്തിൽ ക്രിസ്തു ലക്ഷ്യമായി തീർന്നാൽ പിന്നെ നിന്റെ ലക്ഷ്യത്തിനെതിരായി വാദിക്കുന്ന എല്ലാ അന്ധകാരത്തിന് മണ്ഡലങ്ങളെയും എല്ലാ ദുഷ്ടവ്യാപാര ശക്തികളെയും നീ അല്ല നേരിടുന്നത്, നിന്റെ ശക്തിയാലല്ല നേരിടുന്നത്, നിന്റെ ബുദ്ധിയാലല്ല നേരിടുന്നത്. ക്രിസ്തു ജീവിതമായതുകൊണ്ട്, ക്രിസ്തു മനസ്സായതുകൊണ്ട്, ക്രിസ്തു ലക്ഷ്യമായതുകൊണ്ട് ക്രിസ്തു ശക്തിയായി മാറുന്നു. നീ വാദിക്കുന്ന മുമ്പേ നിനക്ക് വേണ്ടി വാദിക്കുവാൻ ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ ദൈവശക്തി പ്രാപിച്ച ദൈവമക്കൾ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നീ നേരിടുന്ന പ്രശ്നം, നീ നേരിടുന്ന ഭാരം, അതൊരു പാസ്റ്ററിന് മാറ്റാൻ പറ്റത്തില്ല, ഒരു പ്രവാചകന് മാറ്റാൻ പറ്റത്തില്ല, ഒരു ദർശകന് മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ ഉപവാസമല്ല മാറ്റുന്നത്, ക്രിസ്തു സാക്ഷാൽ എന്റെ ശക്തിയായി മാറുന്നു. വിശ്വസിക്കുന്നവൻ കരങ്ങൾ തട്ടി അത്ഭുതം ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഭയത്തിന്റെ ആത്മാവ്, സംശയത്തിന്റെ ആത്മാവ്, പാപത്തിന്റെ അടിമയാക്കി നിൽക്കുന്ന ആ ദുരാത്മാവ് നിന്നെ ഒന്നിനെ പുറകെ ഒന്നായി വേട്ടയാടുമ്പോൾ, മകനെ മകളെ, നിന്റെ ഏറ്റവും വലിയ കാര്യം ഇന്ന് നീ ക്രിസ്തുവിനെ ജീവിതമാക്കണം, ഇന്ന് നീ ക്രിസ്തുവിനെ മനസ്സാക്കണം, ഇന്ന് നീ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കണം. അങ്ങനാണെങ്കിൽ നിന്നെ വേട്ടയാടുന്ന എല്ലാ അന്ധകാരത്തിലെ മണ്ഡലങ്ങളെ ജയിക്കുവാൻ ക്രിസ്തു നിന്റെ ശക്തിയാ. ഈ വാക്യം എടുത്ത് നമ്മൾ അമ്മാനാടാറുണ്ട്.
ഈ വാക്യം എടുത്തിട്ട് നമ്മൾ പറയാം, അയ്യോ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം കർത്താവിനോട് പ്രാർത്ഥിക്കത്തുമില്ല, കർത്താവുമായിട്ട് ബന്ധവും ഇല്ല. പക്ഷെ അവൻ പറയുന്നത് എന്തുവാ? ദൈവവചനമായിട്ട് തന്നെ പഠിക്കണം. എല്ലാവർക്കും ഉള്ള വാക്യമല്ല ഇത്. ആദ്യത്തെ 3 കാര്യം ചെയ്യാത്ത ഒരാളിന് 4-ാമത്തെ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇന്നും നമ്മുടെ ജീവിത പോരാട്ടത്തിൽ നമുക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ, ജീവിത പോരാട്ടത്തിൽ കർത്താവേ എനിക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ സ്റ്റെപ്പ് 1 മടങ്ങിപ്പോണം. കർത്താവ് നമ്മൾ ഓർപ്പിക്കുന്നത്, കം ടു സ്റ്റെപ്പ് 1. വാട്ട് ഈസ് എ സ്റ്റെപ്പ് 1? ലെറ്റ് ക്രൈസ്റ്റ് ബിക്കം യുവർ ലൈഫ്. ലെറ്റ് ക്രൈസ്റ്റ് ബിക്കം യുവർ ലൈഫ്. ആൻഡ് ഐ വാണ്ട് ടു ഗ്യാരണ്ടി യു, എന്ന് ക്രൈസ്റ്റ് ബിക്കംസ് യുവർ ലൈഫ്, ഓട്ടോമാറ്റിക്കലി ക്രൈസ്റ്റ് വിൽ ബിക്കം യുവർ മൈൻഡ്. അതൊരു പ്രോസസ്സാണ്. നിങ്ങൾ ചെയ്യുന്ന അല്ല, കർത്താവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആൻഡ് ആസ് സൂൺ ആസ് ഇറ്റ് ബിക്കംസ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് വിൽ ബിക്കം യുവർ ഗോൾ. പിന്നെ നിങ്ങൾ ആരെയും പേടിക്കത്തില്ല ദൈവമക്കളെ. ഒരു യഥാർത്ഥമായി ക്രിസ്തു ലക്ഷ്യമായിരിക്കുന്ന ഒരുത്തിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അതറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ക്രിസ്തു ലൈഫായാൽ, ക്രിസ്തു ഗോളായാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ പറ്റത്തില്ല. ദൈവത്തെ സ്തോത്രം ചെയ്ത് ഞാൻ ഈ ദൈവാത്മാവ് പറയുമ്പോൾ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഒന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്ക് പറ്റത്തില്ല, ഒരു വ്യക്തിക്ക് പറ്റത്തില്ല. അവർ ഒരുമിച്ച് കൂടി വരട്ടെ, 100 പേരായിട്ട് വരട്ടെ, അല്ല 1000 പേരായിട്ട് വരട്ടെ, നീ ഒറ്റയാൾ പട്ടാളം മതി. കാരണം നീ അല്ല നിൽക്കുന്നത്, നിനക്ക് വേണ്ടി നിൽക്കുന്ന കർത്താവാ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ചില കൂട്ട പടകളെ നോക്കി പേടിച്ചിരിക്കുന്ന, ഒരു കൂട്ട ജലത്തെ നോക്കി, വരുവാനുള്ള ചില കാര്യങ്ങളെ നോക്കി ഭയപ്പെട്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വചനത്തിന്റെ അടിസ്ഥാനമായി പ്രവചിച്ചു പറയുക, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സ്വർഗമാ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയാ. നീ ഒന്ന് നിന്നു കൊടുത്താൽ മതി. പട പേടിച്ച് നീ എങ്ങും പോകണ്ട. നിനക്ക് വേണ്ടി സ്വർഗം, ഹല്ലേലൂയ, സ്വർഗ സൈന്യം എടുക്കും. കാരണം ക്രിസ്തുവിലുള്ളവർക്ക് ഒരു പുതിയ ശക്തിയുണ്ട്. അവൻ ആരെയും ഭയപ്പെടുകയില്ല. ഈ രാജ്യത്തെ നിയമം മാറട്ടെ, ഗവൺമെൻറ് മാറട്ടെ, എന്തും മാറിക്കോട്ടെ, നിയമങ്ങൾ മാറി മാറി വന്നോട്ടെ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, പീഡനങ്ങളുടെ ആരംഭം ഇന്ത്യയിലുണ്ട്, പേഴ്സിക്യൂഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവസഭകളെ ഇന്ന് വരെ ആർക്കും മുടക്കാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ 300 വർഷം, ആദ്യ നൂറ്റാണ്ടിലെ 300 വർഷം 10 രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് സഭകളെ തച്ചുടക്കാൻ വന്ന ഹല്ലേലൂയ, അവരോട് നിൽക്കാൻ ആരുമില്ലായിരുന്നു. മസിൽ പവറുള്ള ആരുമില്ലായിരുന്നു. അവർക്ക് ഗവർണർ ഇല്ലായിരുന്നു, അവർക്ക് രാജാക്കന്മാരില്ലായിരുന്നു. പക്ഷേ അവർ എല്ലാ കോപ്പീസും നഷ്ടപ്പെടുത്തി, ബൈബിളുകൾ നഷ്ടപ്പെടുത്തി, വിശ്വാസികളെ കൊന്നു. പക്ഷേ വിശ്വാസം ചത്തിട്ടില്ല. ആ 300 വർഷത്തിന് അധികമായിട്ടും അവർക്ക് ക്രിസ്ത്യാനിത്വം തകർക്കാൻ പറ്റിയില്ല. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ക്രൈസ്റ്റ് ഈസ് അവർ സ്ട്രെങ്ത്. ഇന്ന് വരെ ഒരു മതവും, ഇന്ന് വരെ ഒരു വിശ്വാസമതവും നേരിട്ടിട്ടില്ല ക്രിസ്ത്യാനികൾ നേരിട്ടതുപോലെ. റോമാ സാമ്രാജ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികളെ റോമർക്ക് ക്രിസ്ത്യാനികളെ ഒരു പ്രശ്നമില്ലായിരുന്നു. അതറിയാം, ക്രിസ്ത്യാനികളെ റോമർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അവരെ എന്തിനാ എതിർത്തത്? ക്രിസ്ത്യാനികളെ അവരെ എതിർത്തതിൻ്റെ ഒറ്റ റീസണാ. നിങ്ങൾ എന്തോർക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ല കുരിശി മരിച്ചത്. കുരിശി മരിച്ച കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ? അയ്യോ, യേശു ക്രിസ്തു മരിക്കുന്ന 500 വർഷം മുമ്പേ തൊട്ടേ ക്രൂശീകരണമുണ്ട്. ക്രൂശീകരണം 500 വർഷം മുമ്പേ ഉണ്ട്. യേശു ക്രിസ്തു മാത്രമല്ല കുരിശി മരിച്ചു, ഒത്തിരി പേര് കുരിശിൽ മരിച്ചു. പക്ഷേ പ്രശ്നം എന്താ അറിയാം? കുരിശിൽ റോമർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡെത്ത് സെൻറ്റൻസ്. യഹൂദന്മാർക്ക് ഈ ഡെത്ത് സെൻറ്റൻസ് ഇല്ല. അതുകൊണ്ട് റോമർക്ക് ആ ഡെത്ത് സെൻറ്റൻസിൻ്റെ അർത്ഥം എന്തോ ചോദിച്ചാൽ, ക്രൂശിൽ ഒരുത്തൻ മരിച്ചാൽ അവൻ്റെ ബോഡി ഇറക്കത്തില്ല, അവൻ്റെ ഡെഡ് ബോഡി കൊടുക്കാറില്ല. ആ ഡെഡ് ബോഡി അവിടുത്തെ പക്ഷികൾ കഴിക്കും. താഴെ വീണാൽ എല്ലുകളെല്ലാം ഡോഗ്സ്, പട്ടികളാണ് കഴിക്കുന്നത്. ഡെഡ് ബോഡി കൊടുക്കാറില്ല. അങ്ങനെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാ, ക്രൂശിൽ ഒരാൾ കയറിക്കഴിഞ്ഞാൽ അവൻ്റെ ഐഡൻറ്റിറ്റി തീർക്കുക. ആ പേരിൽ പറഞ്ഞ് അവൻ്റെ ബോഡി ക്ലീൻ ചെയ്യാൻ പോലും ആരും വരത്തില്ല. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, സൂയിസൈഡ് ചെയ്യുന്ന ഒരാൾ മറ്റേ ആൾക്കാർ, കുടുംബക്കാർ, മിക്കവാറും ആൾക്കാർ അയ്യോ ഈ നമ്മുടെ ആളാ എന്ന് പറയത്തില്ല, അവർ ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. അത് ഒരു സംഭവമാണ്. ഇറ്റ്സ് എ നോർമൽ തിങ്. നമുക്കറിയാം, ചില രോഗങ്ങൾ വന്നാൽ അവിടെ കുടുംബക്കാർ പറയും എനിക്കറിയത്തില്ല, നമ്മുടെ അടുത്ത കുടുംബക്കാരായിരിക്കും, പക്ഷേ അറിയത്തില്ലെന്നാണ് പറയുന്നത്. സെയിം വേ ആ ക്രൂശീകരണം ആരും ഐഡൻറ്റിഫൈ ചെയ്തില്ല ആ പേരിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹൂദന്മാർ
പറഞ്ഞു ഞങ്ങളുടെ യഹൂദനാ, പക്ഷേ നിങ്ങൾ ക്രൂശിക്കാൻ പറഞ്ഞു. കാരണം യഹൂദന്മാർക്ക് ഈ പീനൽ പെനാൽറ്റി കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ഒരു പെനാൽറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ, 40 പ്രാവശ്യം അടിക്കുക. ഈ പെനാൽറ്റി അല്ലാതെ അവർക്ക് പെനാൽറ്റി ഇല്ല, ഡെത്ത് പെനാൽറ്റി ഇല്ല. അതുകൊണ്ടാണ് യേശുവിനെ റോമറുടെ കയ്യിൽ കൊടുത്തു ഇവനെ കൊല്ലാം. അപ്പോൾ അവർ പറഞ്ഞു ഇവനെ അതുകൊണ്ട് ആ പിലാത്തോസ് പറഞ്ഞു ഇവനെ 40 അടിച്ചിട്ട് വിട്ടേക്കാൻ പറഞ്ഞു. പറ്റത്തില്ല, ഇവനെ ക്രൂശീകരിക്കണം. അവിടെ ക്രൂശീകരണം നിങ്ങൾക്കില്ലല്ലോ, അവനെ ക്രൂശീകരിക്കണം. അതിൻ്റെ കാരണം ഇത്തുള്ള ഇവൻ്റെ ഐഡൻറ്റിറ്റി തീർക്കണം. പക്ഷേ അന്ന് വരെ പലരും ക്രൂശിൽ കയറി, യേശുവും ക്രൂശിൽ കയറി. പക്ഷേ അന്ന് വരെ സകലരുടെ ഐഡൻറ്റിറ്റി പോയി. പക്ഷേ ഈ ഒറ്റ ക്രൂശീകരണം ഐഡൻറ്റിറ്റി മാറ്റിയെടുത്തു. മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം 3-ാം ദിവസം കല്ലറയ്ക്കകത്തുനിന്ന് പുറത്ത് വന്നിട്ട് ഒരു പുതിയ ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ശിഷ്യന്മാരെല്ലാം ആ മാളിക മുറിയിൽ പാത്തിരിക്കുവോ അപ്പർ റൂമിൽ ഇരുന്നപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മോനെ നിങ്ങൾ എങ്ങും പോകല്ലേ, ഇവിടെ തന്നെ ഇരുന്നോളാം. പെന്തിക്കോസ് നാളിൽ ആത്മാവിറങ്ങി ഭയങ്കര ബേളമുണ്ടാകുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ആൾക്കാർ വന്ന് പറഞ്ഞു നിങ്ങൾ എന്തുവായി സംസാരിക്കുന്നത്? അപ്പോൾ പത്രോസ് എല്ലാ റൂമിൽ എഴുന്നേറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1-ാമത്തെ പ്രസംഗം, നിങ്ങൾ ക്രൂശിച്ച കർത്താവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ആദ്യമായിട്ട് ഐഡൻറ്റിറ്റി പറഞ്ഞ ഒരാൾ കൂട്ടം എഴുന്നേൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും എഴുന്നേൽക്കാൻ തുടങ്ങി, ഞങ്ങളും ക്രിസ്തുവിനെ ആൾ. അപ്പോഴാ റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികൾക്കെതിരായി. ഞങ്ങൾ കൊടുത്ത പീനൽ പെനാൽറ്റിക്ക് എതിരായി ഒരു സംഘം എഴുന്നേൽക്കുന്നു. ഞങ്ങൾ ഏറ്റവും ക്രൂരമായി കൊടുക്കുന്ന ഒരു പെനാൽറ്റിയാ ക്രൂശിലെ മരണം. അതിനെ വെല്ലാൻ ഒരു സംഘം എഴുന്നേറ്റു. അങ്ങനെയാ റോമർ ക്രിസ്ത്യാനികൾക്ക് എതിരായി മാറുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ഉന്മൂലനാശമാക്കാൻ 1 വർഷമല്ല നോക്കിയത്, 2 വർഷമല്ല നോക്കിയത്, 10 വർഷമല്ല, കണ്ടിന്യൂസ്ലി 300 years, 4 ജനറേഷനാണ് നോക്കിയത്. ഈ 4 ജനറേഷൻ റോമ സാമ്രാജ്യം ഒരുമിച്ച് വെച്ചിട്ട് എല്ലാ തലത്തിലും പീഡനങ്ങൾ ചെയ്തിട്ട് അത് അവസാനിപ്പിക്കാതെ ക്രിസ്തുവിനുള്ള വിശ്വാസം, അതിനുള്ള വിശ്വാസികൾ സഭ അതിനേക്കാട്ടിലും ഇരട്ടി മടങ്ങായി ലോകം മൊത്തം എത്തിച്ചേർന്നത് അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ. ഈ ഫൈറ്റ് ചെയ്തത് വിശ്വാസികളല്ല, പാസ്റ്റർമാരല്ല, ബിഷപ്പുമാരല്ല, ഇതിനെ ഫൈറ്റ് ചെയ്ത് ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എത്ര വേട്ടയാടിയാലും എത്ര അന്ധകാരത്തിന് മണ്ഡലം വന്നാലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇന്ന് രാത്രി പറയാൻ പറ്റുമോ? നിങ്ങളുടെ വേദനകൾ നോക്കി പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഭാരങ്ങൾ നോക്കി പറയാൻ പറ്റുമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന് പറയാൻ പറ്റുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം ചെയ്തു ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നമായിക്കോട്ടെ, നേരിടുന്ന പ്രതികൂലം എന്തുമായിക്കോട്ടെ, കർത്താവ് നിങ്ങളെ ശക്തനാക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, നിങ്ങളെ എതിരായി വ്യാപരിക്കുന്ന സകല അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെയും സകല ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ സ്ട്രെങ്ത് ആയി മാറുമ്പോൾ അവൻ നമ്മുടെ ഗ്രേസ് ആയി മാറുന്നു. ജൂരാ ബൗഷ രഹസ്യാന്തനെ 2 കൊരിന്ത്യർ 12:9 പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ബലഹീനതകളിൽ നിന്നെ തച്ചൊടിച്ച് മാറ്റുവാൻ പിശാച് നോക്കുമ്പോൾ നിങ്ങളൊപ്പം തുണ നിൽക്കുന്ന ഒരു സ്വർഗമുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ ആ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി സകല നുകത്തെയും തകർക്കുന്നു. ഈ സമയത്ത് ഭയത്തിന്റെ നുകം മാറിപ്പോകട്ടെ, വേദനകളുടെ നുകം മാറിപ്പോകട്ടെ. പാരമ്പര്യമായി ഉണ്ടാകുന്ന സകല പൈശാചിക തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവൻ ശക്തനാക്കുമ്പോൾ അവൻ ജയം നൽകി തരും. റോമർ 8:37 ഈ സകല കാര്യത്തിലും ഞങ്ങളെ ജയം നൽകി തരുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ സകലത്തിലും ജയാളിയാകുന്നു. നമ്മളെ ജയാളിയായിട്ട് വിടാൻ വേണ്ടിയാ. ഇനി ആത്മാർത്ഥമായി ഞാൻ ഒരു കാര്യം ചോദിക്കാം. I want to ask this question to everybody. Would you please close your eyes? Every eyes to be closed. I request you all in the name of Jesus to close your eyes. Along with me. എന്നോടൊപ്പം എത്ര പേർക്ക് പറയാൻ പറ്റും?
ഇന്ന് രാത്രിയിൽ ക്രിസ്തു എൻ്റെ ജീവിതമായി മാറണമെന്ന് അക്കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമെന്ന്. ഒരു റിയൽ ചേഞ്ചിന് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദൈവമക്കളെ, കർത്താവിനെ വരെ വളരെ അടുത്തിരിക്കുന്നു. നമുക്കിനി കളിക്കാൻ സമയമില്ല. എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ റീഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്ന്. Christ to be my life, Christ to be my mind, Christ to be my goal, and Christ to be my strength. ആ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ ഒന്ന് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? Amen. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? Amen. Now, every eyes to be closed, please. This is between you and God. It is not about me. It is not about any pastors. It is between you and me. And the choir, if you can just come forward, that's fine. Take your seats. But I want to do a ministry here. I want to do a ministry. There are some young people here. Or some of those people who are listening me. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ വാസ്തവമായി നമ്മൾ ഒത്തിരി നാളോട് പെന്തിക്കോസ്ത് സഭയിലാണ് വരുന്നത്. പക്ഷേ I give my life to Jesus. ഇന്ന് ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. I dedicate my life. ക്രിസ്തുവിനെ ഇന്ന് വാസ്തവമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി, എൻ്റെ ഹൃദയത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായി. There was an encounter in my heart and I want to give my life to Jesus. ക്രിസ്തുവിൻ്റെ ലൈഫ് ആകുന്ന വേറെ കാര്യം. I want to give my life to Jesus എന്ന് പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, even in young people, if you would love to give your life to Jesus, if there's anybody who would love to give your life to Jesus, anybody who would like to receive the water baptism, anybody who love to receive that Holy Spirit, would you lift your hands one more time? Anybody who desire to give your life to Jesus, I want you to close your eyes, please. Have a word of prayer. ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാമോ? Lord, I commit my life to you. I give my life to you. And rest everybody, ബാക്കിയുള്ളവരെല്ലാവരും ആ രണ്ട് കരങ്ങൾ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. Because this is not between me and you. ഞാനും നിങ്ങളുമായിട്ടുള്ള ഇടപാടേ അല്ല. ഞാൻ ഇടയ്ക്ക് നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗോഡ്. ആ രണ്ട് കരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിക്കുന്ന നാവ് കൊണ്ടൊന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? I want Christ to be my life. I want Christ to be my mind. I want Christ to be my goal. I want Christ to be my strength. ഇനിയും എൻ്റെ സ്ട്രെങ്ത്തിൽ ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തുവിൻ്റെ സ്ട്രെങ്ത്തിൽ ഞാൻ ജീവിക്കുന്നു. എല്ലാ നാവുകളും ദൈവത്തെ സ്തോത്രം ചെയ്ത്. Come on everybody, lift your hands and start praising God, praising God, praising God, praising God. Lord, I commit these hands and these bodies and these individuals into your mighty hand. ഇവരെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന് നേട്ടങ്ങൾ വേറെ ഒന്നും വേണ്ട, ക്രിസ്തു ഞങ്ങളുടെ നേട്ടമായി മാറണം. അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്രിസ്തു ഞങ്ങളുടെ ജീവിതമായി മാറട്ടെ. ഞങ്ങളുടെ മനസ്സുകളെ മാറ്റണമേ കർത്താവേ. ക്രിസ്തുവിൻ്റെ മനസ്സ് ഞങ്ങളെ ആക്കി തരും. ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമേ. ഹൃദയങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ നൽകണമേ. ക്രിസ്തു ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. ഞങ്ങളുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ക്രിസ്തു ഞങ്ങളുടെ ലക്ഷ്യമായി തീരട്ടെ. Let Christ become our goal. Lord, if we live, we live for Christ. And if we die, it is gain for us. Christ, we need you to be our strength. We humble ourselves before you. We give you glory. And I seal each one of them. കർത്താവേ, ഇന്നു മുതൽ അവർ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഗൈഡ് ചെയ്യണമേ. പാപം ചെയ്യാതെ, പാപത്തിൻ്റെ കെണിയിൽ വീഴാതെ അവരെ കാത്തു സൂക്ഷിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ നിറവിൽ അവരെ നയിക്കണമേ. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ മേൽ ശക്തിയോട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. ആത്മനിറവ് ഇവിടെ നിറഞ്ഞിരിക്കട്ടെ. ആത്മനിറവിൽ ആരാധിക്കുവാൻ, ആത്മനിറവിൽ സ്തുതിക്കുവാൻ, ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, അന്യഭാഷ അടയാളത്തോട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മനിറവിലെ ജീവിതം നൽകി തരുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അല്പത്തിൽ അക്കാര്യങ്ങൾ തട്ടി ദൈവത്തെ സ്തോത്രം ചെയ്യാം. Every eyes to be closed. Speak in the word of God. Let's worship the name of the Lord as the choir leads in worship too. ഗായക സംഘം പാട്ട് പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന്
പാടി കർത്താവിനെ ആരാധിക്കാം. അപ്പോൾ തന്നെ നാം മുൻപ് ഇവിടെ ഓർപ്പിച്ചതുപോലെ മിഷൻ ഫണ്ടിലേക്കുള്ള സ്തോത്ര വഴിപാട് കൂടെ അർപ്പിക്കാനുള്ള സമയമാണ്. കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഗായക സംഘം പാടും. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. Praise the Lord. Hallelujah. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നതിന ഞാനും എന്നേക്കും ജീവിക്കയാ. എന്റെ യേശു ജീവിക്കുന്നതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലേ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ലേ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നതിന ഞാനും എന്നേക്കും ജീവിക്കയാ. എന്റെ യേശു ജീവിക്കുന്നതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലേ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ലേ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
ഇന്ന് രാത്രിവേള വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവം നമ്മോട് ഇടപെടുവാനിടയായല്ലോ. ക്രിസ്തു നമ്മിൽ വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് വളരെ ശക്തമായി ഇന്ന് രാത്രിവേള കർത്താവിൻ്റെ ദാസനിൽ കൂടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടുവാനിടയായി. നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകുന്ന യാതൊന്നിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ക്രിസ്തുവിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുവാൻ, നമ്മുടെ ലക്ഷ്യം നമ്മുടെ ക്രിസ്തുവായി തീരുവാൻ, നമ്മുടെ ലക്ഷ്യം നമ്മുടെ നിത്യതയായി തീരുവാൻ, ആ നിത്യതയെ ലക്ഷ്യമാക്കുന്ന എല്ലാറ്റിനോടും ഇന്ന് രാത്രിവേള വിട പറഞ്ഞ് സ്തോത്രം, ദൈവത്തിൻ്റെ നല്ല ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ദൈവം നമ്മെ നന്നായി ഓരോ ദിവസവും നടത്തി നിത്യതയിൽ കൊണ്ടെത്തിക്കേണ്ടതിനായി ഇന്ന് രാത്രിവേള ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ വചനം സൂക്ഷിപ്പാൻ ബലപ്പെടുത്തി അധികം ശക്തിയോടെ പിന്നെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം കർത്താവിൻ്റെ ദാസനെ ശക്തീകരിക്കേണ്ടതിനായി തൻ്റെ ശുശ്രൂഷയെ, കുടുംബത്തെ, പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുന്ന രാത്രിവേള കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി മടക്കി യാത്രയിൽ കൂടിയിരിക്കുന്ന ക്ഷേമത്തോടെ ഭവനിൽ കൊണ്ട് എത്തിപ്പാനിടയാകേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ നിറവിൽ പിന്നെയും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം അവരെ അഭിഷേകം ചെയ്യേണ്ടതിനായി ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നമ്മിലും പകരേണ്ടതിനായി പ്രാർത്ഥിക്കും. മാത്രമല്ല ഇന്ന് രാത്രിവേള മിഷൻ ഫണ്ടിലേക്കായി എടുത്ത സ്തോത്ര വഴിപാടിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അത് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനമായി തീരുടയാകേണ്ടത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ വി വിൽസൺ മുമ്പോട്ട് കടന്നു പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വമേറിയ ഞങ്ങളുടെ നാമത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ഇപ്രകാരം ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ വീണ്ടും കൂടി വന്ന് അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കൊണ്ട് കർത്താവ് ഞങ്ങൾക്കൊരു അവസരം കൊടുത്തതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ കർത്താവ് അവിടുത്തെ സാമീപ്യം, ആ വലിയ ആത്മശക്തി കർത്താവ് ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയായി തീർന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നിന്നെ വാഴ്ത്തുകയും ചെയ്തു. നിന്റെ സന്നിധിയിൽ പാടി സന്തോഷിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. നിന്റെ വചനം ധ്യാനിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനത്തിന് ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ പ്രത്യേകത നീ ബലപ്പെടുത്തിയതിനാൽ, ആത്മാവിനെ അഭിഷേകം ചെയ്തതിനാൽ, ശക്തീകരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയുന്നു. കർത്താവെ, ഹല്ലേലൂയ, ക്രിസ്തു ഞങ്ങളുടെ ജീവനായി തീർന്ന്, ഞങ്ങളുടെ ഭാവം ഹല്ലേലൂയ ക്രിസ്തുവായി തീർന്ന്, ഹല്ലേലൂയ ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ മനോഭാവം, ഞങ്ങളുടെ ചിന്തകൾ ഹല്ലേലൂയ ഇതൊക്കെ ക്രിസ്തുവിൻ്റെതായി തീർന്നിട്ട് ഹല്ലേലൂയ പൗലോസിനെ പോലെ കർത്താവെ കഴിഞ്ഞതിനെ മറന്ന് ഹല്ലേലൂയ മുൻപിലേക്കുള്ള ലാക്കിലേക്ക് വേണ്ടി കർത്താവെ ആഞ്ഞോടുവാൻ്റെ ഗുണമുള്ള ദൈവശക്തി പ്രാപിച്ചവരായി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്കിടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിത്യത കർത്താവ് ഞങ്ങൾക്ക് ആർക്കും നഷ്ടമായി പോകുവാൻ ഇടയാകാതോണം ഹല്ലേലൂയ ക്രിസ്തുവിനെ ധരിച്ചവരായി ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവെ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങിടയാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ വരുന്ന ദിവസങ്ങളിലും കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സ്ഥലം കടന്നു വന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പോഷണം ഏറ്റുകൊള്ളുവാൻ്റെ കോണം ഹല്ലേലൂയ ആത്മീയ ജീവിത കർത്താവെ ഞങ്ങൾ ആകേണ്ട നിലയിലായി തീരുവാൻ്റെ കോണം കർത്താവ് ഞങ്ങൾക്ക് പിന്നെയും ഇടയാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ്, ഇതിലുള്ള ദിവസങ്ങളിലും ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ കേൾക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഉപകാരമായി തീരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ മടങ്ങിപ്പോകുന്നു. അവിടുത്തെ സമാധാനം ഞങ്ങളെ കാക്കണമേ. കർത്താവ്, ക്ഷേമമായ യാത്ര തരുമാറാകണമേ. ഹല്ലേലൂയ. ദൈവത്തിൽ അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നീട്ടി എല്ലാ കാര്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും ധാരാളമായി പ്രതിഫലം നൽകി മാനിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി വിനിയോഗിപ്പാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ്, നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വചനം നമ്മുടെ ഐശ്വര്യമായി സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് ദിനതോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗം, കാവൽ, കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഭൂലോകം പാടും ചിതറിപ്പാർക്ക് സകല വിശുദ്ധന്മാരോടും ഇന്ന് രാത്രി വേള വചനം കേട്ട ദൈവമക്കളോടും വചന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ശുശ്രൂഷകളോടും ഇപ്പോഴും കർത്താവിൻ്റെ വേഗത്തിൽ എഴുന്നള്ളത്തുവരെ ഉണ്ടാകുകയും
നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി വേളയിൽ നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കടന്നു വന്ന സംബന്ധിച്ച് എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി പ്രത്യേകാൽ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി